പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के अति पवित्र नाम की स्तुति हो. എല്ലാവർക്കും രാവിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. प्रभु यीशु मसीह के नाम से आप सबको वंदन करता हूँ. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് തോന്നുന്നു നിങ്ങളുടെ നടുവിൽ വചനവുമായി നിൽക്കുന്നത്. तीसरी बार शायद आप लोग के सामने वचन के साथ खड़ा हूँ. നേരത്തെ രണ്ടു പ്രാവശ്യം വേറൊരു സ്ഥലത്തായിരുന്നു. इसके पिछले 2 बार कहीं और हम इकट्ठा हुए थे. ഇന്ന് ഇവിടെ ഇങ്ങനെ കൂടുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം. आज यहाँ पर एकत्रित होने के लिए परमेश्वर ने दिए हुए इस मौके के लिए धन्यवाद देना चाहता हूँ. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. परमेश्वर आज हमारे बीच में है. എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? आप में से कितने लोग खुश हो? സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് खुशी के സ്തോത്രം. साथ अपने हाथों को उठाकर परमेश्वर को धन्यवाद दे. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിടുവിച്ചു. और परमेश्वर ने हमें छुड़ाया. സാത്താന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. शैतान के अधिकार से हमें छुड़ाया. നാശത്തിൽ ദൈവം പുറത്തു കൊണ്ടുവന്നു. नाश में से हमें बाहर लेकर आया. എന്തിനു വേണ്ടി? वो किस लिए था? ഒരു ദേശത്തിലെത്താൻ വേണ്ടി, एक देश में पहुंचने के लिए था. വാഗ്ദത്ത നാടിലെത്താൻ वो വേണ്ടി. वादा किया हुआ उस देश में पहुंचने के लिए था. ഹല്ലേലൂയ. ഇസ്രായേൽ हालेलुया. മക്കളെ കൊണ്ടുപോയത് കനാൻ ദേശത്തേക്കാണെങ്കിൽ परमेश्वर के जन को, इजरायलियों को अगर कनान देश में लेकर गया, ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന സ്വർഗീയ സിയോൻ എന്ന സ്ഥലത്തേക്കാണ്. तो परमेश्वर आपको और मुझे लेके जाने वाला उस स्वर्गीय सियोन की ओर है. സന്തോഷമുണ്ടോ क्या നിങ്ങൾക്ക്? आपको इस बात की खुशी है? ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നാം എല്ലാം പല മുഖാന്തരങ്ങളിലൂടെയാണ് യേശുവിനെ കണ്ടത്. हम अलग अलग कारणों के द्वारा प्रभु यीशु से हमारा मुलाकात ചില हुआ. രോഗത്തിലൂടെ യേശുവിനെ കണ്ടവരുണ്ട്. कुछ लोग बीमारी के द्वारा प्रभु यीशु के साथ मुलाकात हुआ. കടഭാരത്തിന്റെ നടുവിൽ യേശുവിനെ कुछ കണ്ടവരുണ്ട്. लोग उधारी में फंसे हुए थे, वहां से यीशु के साथ मुलाकात हुआ. അസമാധാനത്തിന്റെ ആഴത്തിലായിരുന്നപ്പോൾ യേശുവിനെ कुछ കണ്ടവരുണ്ട്. लोग समाधान में थे, वहां पे यीशु के साथ मुलाकात हुआ. പല നിലകളിലാണ് ദൈവം നമ്മളെ വിളിച്ചത്. अलग अलग तरीके से हम सबका मुलाकात यीशु से പക്ഷെ हुआ. നമ്മെല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയാ വിളിച്ചത്. लेकिन हम सबको एक ही काम के लिए बुलाया गया है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നിത്യതയിൽ നാം യേശുവിനോടൊപ്പം ആയിരിക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിന് വേണ്ടി. अनंत जीवन में हम यीशु के साथ रहना, इसी मकसद से आपको और मुझे बुलाया गया है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമേറിയവരാണ് ഇവിടെ ഇരിക്കുന്നവർ. तो यहाँ पे बैठे हुए सारे लोग इस दुनिया में सबसे भाग्यशाली लोग ഈ हैं. മുംബൈ പട്ടണത്തിൽ എത്രയോ ജനകോടികളുണ്ട്, പക്ഷെ इस നിങ്ങൾ मुंबई- ഭാഗ്യമുള്ളവരാണ്. इस मुंबई शहर में कितने सारे लोग रहते हैं, लेकिन उन सब में आप भाग्यशाली लोग हो. നമ്മുടെ പേരാണ് വിളിക്കപ്പെട്ടവർ. और हमारा नाम है छुड़ाए हुए लोग. വിളിക്കപ്പെട്ടവർ. हम चुने हुए लोग हैं. ആര് വിളിച്ചു? किसने हमें बुलाया? ദൈവം വിളിച്ചു. परमेश्वर ने हमको बुलाया. അഖിലാണ്ടത്തിന്റെ ഉടയവൻ വിളിച്ചു. जिसने इस पूरे भूमंडल का सृष्टि किया, उसने हमें बुलाया. സകലതും അവന്റെ കയ്യിലാണ്. और सब कुछ उसके हाथों में है. അവൻ നിന്നോട് കൂടെയുണ്ട്. और वो आपके साथ है. നിന്റെ മനോവ്യസനങ്ങൾ അവൻ അറിയുന്നുണ്ട്. आपकी मन की सारी दुविधा को वो जानता നിന്റെ है. സങ്കടങ്ങൾ അവൻ കാണുന്നുണ്ട്. आपके सारे दुखों को वो जानता है. അവൻ നിനക്ക് മുമ്പായി वो പോകുന്നുണ്ട്. आपके आगे आगे चल रहा है. ഹല്ലേലൂയ. हालेलुया. വിളിക്കപ്പെട്ട ജനമാണ് ഇവിടെ ഇരിക്കുന്നത്. बुलाए हुए लोग यहाँ पर बैठे हुए हैं. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം അതായിരിക്കണം. വല്ലവിധേനയും യേശുവിന്റെ അടുക്കൽ പോകണം. और हमारा सबसे बड़ा उद्देश्य यही होना चाहिए, किसी भी तरह से प्रभु यीशु के पास पहुंचना है. ഹല്ലേലൂയ. हालेलुया. അപ്പൊ നമ്മെ ദൈവം വിളിച്ചു. तो हमें प्रभु ने बुलाया. ഇനി നമ്മൾ സ്വർഗത്തിലെത്തും. आज फिर हम स्वर्ग में पहुंचेंगे एक दिन. അതിനിടയ്ക്ക് ഒരു സമയമുണ്ട്. लेकिन उसके बीच में एक वक्त है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. അതെങ്ങനെ നയിക്കണം? और वो वक्त को हमें कैसे काटना है, അതിനാണ് ഈ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. इसलिए बाइबल हमें दिया हुआ है. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് इसमें लिखा हुआ है നാം എങ്ങനെ ജീവിക്കണമെന്ന് हमें പറഞ്ഞിട്ടുണ്ട്. कैसे जीना है, वो बताया गया है. ആമേൻ. യേശുവിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാലേ അങ്ങ് എത്തത്തുള്ളൂ. यीशु की इच्छा के अनुसार जिएंगे तो ही हम वहां पहुंचेंगे. ഹല്ലേലൂയ. हालेलुया. വിളിക്കപ്പെട്ടവരെല്ലാവരും അങ്ങ് എത്തുന്നില്ല. जो भी बुलाए गए सारे लोग वहां पहुंचने वाले नहीं है. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളും എല്ലാവരും എത്തിയില്ല. मिस्र से छुड़ाए हुए सारे इजरायली लोग कनान में नहीं पहुंचे. ഒരു കൂട്ടം ആളുകൾ മരുഭൂമിയിൽ പട്ടുപോയി. और कुछ लोग उसी रेगिस्तान में खत्म हो गए. ആമേൻ. ആമേൻ. അവര് അവിടെ മരിച്ചു വീണു. और वो वहां पे मर के गिर गए. കാരണമെന്ത്? उसका कारण क्या है? ആമേൻ. ഒറ്റ കാരണമേ ഉള്ളൂ. उसका एक ही कारण है, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയില്ല. परमेश्वर की इच्छा को उन्होंने पूरा नहीं किया. ദൈവം പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. परमेश्वर ने जो उन्हें बोला उन्हें समझ में नहीं आया. അവരുടെ ചിന്തകൾക്കും ഇഷ്ടങ്ങൾക്കും അവർ മുൻതൂക്കം നൽകി. उन्होंने अपनी इच्छाओं को पहला स्थान दिया. ഹല്ലേലൂയ. हालेलुया. ആമേൻ. നമ്മെ ദൈവം വിളിച്ചതാണ്. हमें प्रभु ने बुलाया हुआ है. ഹല്ലേലൂയ. അവന്റെ വഴിയെ നാം നടക്കണം. उसकी राहों पर हमें चलना है. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, इसलिए प्रभु यीशु ने कहा, ആമേൻ, ഞാൻ തന്നെ വഴിയും സത്യവും मैं ജീവനുമാകുന്നു. ही जीवन सत्य और मार्ग हूँ. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമുക്ക് ഈ ഭാഗത്ത് ചില കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ये वचन के भाग में कुछ बातें हमें समझ में आता അത് है. ചിന്തിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. उसके बारे में आज हम मनन करेंगे. ആമേൻ. ഇവിടെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു,
പറയുന്നു, उसके 17 वचन में ऐसा लिखा है, ദൈവം അവരെ വിടുവിച്ചു, परमेश्वर ने उन्हें छुड़ाया അവരെത്തേണ്ട സ്ഥലം അടുത്തതായിരുന്നു. और उनका जो पहुंचने का जगह है वो बहुत ही नजदीक आ गया. പക്ഷെ ദൈവം അവരെ നേരെ അതിലെ കൊണ്ടുപോയില്ല. लेकिन परमेश्वर उन्हें सीधे सीधे कनान नहीं लेकर ദൈവം गया. അവരെ ചുറ്റി നടത്തി. परमेश्वर उन्हें घुमा कर ले गया. അവരെ ചുറ്റി ചുറ്റി നടത്തി. उन्हें घुमा घुमा कर ले गया. എന്തുകൊണ്ടെന്ന് ഇവിടെ പറയുന്നു? उसका कारण यहाँ पे कहा गया है. ആമേൻ. യുദ്ധം കാണുമ്പോ जब युद्ध को देखोगे, ആമേൻ അവർ അനുദപിച്ച് മടങ്ങി പോകാതിരിക്കാൻ വേണ്ടി, वो दुखी होकर वापस नहीं जाने के लिए. ദൈവമക്കളെ, നാം വിശ്വാസത്തിൽ വന്നതിനേക്കാൾ പ്രാധാന്യതയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. हम विश्वास में आने से बढ़कर है विश्वास में बने रहना प्रियो. വന്നവരെല്ലാം നിലനിൽക്കുന്നില്ല. जो भी विश्वास में आए सारे लोग आज प्रभु में नहीं है. അതുകൊണ്ട് നാം ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോഴും तो इसलिए आज दिन के वक्त में जब हम यहाँ पर बैठते हैं, എന്നെ നിന്റെ കൃപയിൽ നിർത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ हमें ये प्रार्थना करना चाहिए कि परमेश्वर आपकी कृपा में हमें बनाए रखना. ഹല്ലേലൂയ. हालेलुया. ആമേൻ. ഈ ലോകം മാലിന്യം നിറഞ്ഞതാണ്. ये दुनिया बहुत मलिनता से भरा हुआ है, പാപപങ്കുലമാണ്. पाप से भरा हुआ है. സാത്താൻ നിന്നെ शैतान നോക്കിക്കൊണ്ടിരിക്കുകയാണ്. का नजर आप पर है. അവൻ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ वो നോക്കിക്കൊണ്ടിരിക്കുകയാണ്. वापस तुझे पुराने राह में लेकर जाने के लिए देख रहा है. ഇസ്രായേൽ മക്കൾക്കും ആ പോരാട്ടം ഉണ്ടായിരുന്നു. इस्राएलियों की जिंदगी में भी यही युद्ध था. ഫറവോൻ അവരെ പിന്തുടർന്നു. फरो उनके पीछे पीछे आ रहा था. ആമേൻ. അവൻ ഒറ്റയ്ക്കല്ല, സൈന്യമായിട്ട് അവരുടെ നേരെ വന്നു. और वो अकेले नहीं, पूरी सेना के साथ उनके पीछे എന്തിനു आया. വേണ്ടി? क्यों आया उनके पीछे? ഇവരെ തിരിച്ചു उन्हें കൊണ്ടുപോകാൻ वापस വേണ്ടി. यहाँ से लेकर जाने के ഇവരെ लिए. തിരിച്ചു उन्हें കൊണ്ടുപോകാൻ वापस വേണ്ടി. यहाँ से लेकर जाने के പക്ഷേ लिए. മോശയുടെ നേതൃത്വത്തിൽ അവര് ദൈവത്തിന് വേണ്ടി നിന്നപ്പോ लेकिन मूसा के अगुवाई के अंदर जब परमेश्वर के लिए खड़े हुए, ദൈവം അവരെ കൈകാര്യം ചെയ്തു. परमेश्वर ने उनका वहां पे काम किया. ഹല്ലേലൂയ. हालेलुया. നമുക്കെതിരെ പോരാട്ടങ്ങളും വെല്ലുവിളികളുമുണ്ട്. हमारे विरोध में बहुत से युद्ध लड़ाइयां होती रहती है. നമുക്കെതിരെ ശത്രുവിന്റെ പദ്ധതികളുണ്ട്. हमारे खिलाफ शैतान के बहुत चाल चलन होते हैं. പക്ഷെ നീ അവയെ നോക്കണ്ട. लेकिन तू शैतान को नहीं देखना है. യേശുവിനെ നാം സ്നേഹിക്കുമ്പോ जब यीशु से हम प्यार करते हैं, അവൻ അത് കൈകാര്യം ചെയ്തോളും. वो सारी बातों को संभाल लेगा. പിശാചിനെ ദൈവം കൈകാര്യം ചെയ്തോളും. शैतान को परमेश्वर संभाल लेगा. നിന്റെ പോരാട്ടത്തെ ദൈവം നോക്കിക്കോളും. तेरी सारी लड़ाइयों को परमेश्वर संभालेगा. സന്തോഷമുണ്ടോ? क्या आपको इस बात की खुशी है? ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ആമേൻ. പിശാചിനെ കുറിച്ച് പറയുന്നത് അവൻ തന്ത്രശാലിയാണെന്നാണ്. और शैतान के बारे में वो बोलते हैं कि वो बहुत शातिर है. ഹല്ലേലൂയ. हालेलुया. അവൻ ഭയങ്കര സൂത്രശാലിയാണ്. वो बहुत शातिर है, बहुत सारे चाल चलता है. അവൻ ചെയ്യുന്ന ഒറ്റ കാര്യം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുക. वो एक ही काम करता है कि आपको और मुझको परमेश्वर से दूर करता है. അവൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുക. उसका सबसे मूल काम यही है कि आपको मुझे परमेश्वर से दूर करना. എന്നിട്ട് അവന്റെ കയ്യിലോട്ട് കൊണ്ടുവരിക. और वो अपने हाथों में हमें ले आता है. അതിന് അവൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, और उसके लिए वो करने वाला शैतान करने वाला काम यह പല है, നന്മകളും തടഞ്ഞു വെക്കും. हमें बहुत सारी आशीषों से भर देगा. നമ്മുടെ മനസ്സിനോട് സംസാരിക്കും. वो हमारे मन से बातें करेगा. ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവവും നമ്മളെ ചുറ്റി ചുറ്റി നടത്തുന്നു. यहाँ पे हम पढ़ते हैं कि परमेश्वर उनके चारों आड़ में लेके चलता है. ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ ചുറ്റി നടത്തുന്നേ? परमेश्वर हमें ऐसे घुमा घुमा के क्यों ले चलता നിങ്ങളുടെ है? ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ आप आपकी जिंदगी में देखो, വിശ്വാസത്തിൽ വന്ന സമയത്ത് जब आप विश्वास में आए, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമായിരുന്നു. आपको जल्दी जल्दी सारे प्रार्थनाओं को जवाब मिलता എന്നാൽ था. കുറച്ച് മുന്നോട്ട് വരുമ്പോ लेकिन जैसे जैसे आप आगे बढ़ते പല गए, കാര്യങ്ങളും താമസിക്കുന്നു. बहुत सारी बातों में विलंब होने लगा, देर होने പലതും लगा. പെട്ടെന്ന് കിട്ടുന്നില്ല. बहुत सारी बातें तुरंत नहीं मिलता है. ഹല്ലേലൂയ. हालेलुया. അപ്പൊ പിശാച് നമ്മോട് പറയും, तभी शैतान हमसे धीरे से कहता है, ഹല്ലേലൂയ. അവൻ നമ്മോട് പറയും, കണ്ടോ ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, तो शैतान हमसे धीरे बोलता है कि देख प्रभु यीशु तुझसे प्यार नहीं करता है. അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല, वो तुझसे प्यार नहीं करता है. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. वो तेरा प्रार्थना नहीं सुनता है. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കാതിരിക്കുകയാണോ? लेकिन क्या परमेश्वर आपसे प्यार ദൈവം ഒരു नहीं കാര്യം करता है? നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, परमेश्वर एक बात आपके बारे में इच्छा നമ്മൾ करता है. ആത്മീകമായി പണിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. हम आत्मिक तौर से हमारा एक बनना होना चाहिए. സ്പിരിച്വൽ മോഡിഫിക്കേഷൻ. हमारी आत्मिक तौर से हमारी एक बढ़ोतरी होनी चाहिए. നമുക്കൊരു രൂപാന്തരം ഉണ്ടാകേണ്ടത് एक വളരെ पूरी तरह ആവശ്യം. से एक बदलाव हमारे अंदर आना जरूरी है. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ तो ही കഴിയത്തുള്ളൂ. हम स्वर्ग में जा सकते हैं. ഹാലേലൂയ. എവിടെ വരെ നമുക്ക് രൂപാന്തരം ഉണ്ടാകണം? कितना बदलाव हमारे अंदर आना चाहिए? ക്രിസ്തുവിന്റെ സ്വഭാവത്തോളം, मसीह के स्वभाव तक हमारा बदलाव आना चाहिए. ഗുരുവിനോളം. जैसा गुरु है वैसा बनना है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ ദൈവം പലതും താമസിപ്പിക്കുന്നത് तो परमेश्वर
परमेश्वर बहुत सारी बातों में विलंब इसलिए लाता है, നിന്നെ വെറുത്തിട്ടല്ല, वो तुझसे नफरत करता है इसलिए नहीं, നമ്മുടെ അകത്തൊരു ആത്മീയ പണി നടക്കാൻ വേണ്ടിയാണ്. हमारे अंदर एक आत्मिक बढ़ोतरी करने के लिए, हमारे अंदर एक काम करने के लिए वो करता നിങ്ങളുടെ है। ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ, आप आपकी जिंदगी में जाकर देखो, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോയില്ലേ, क्या हम बहुत सारी समस्याओं से नहीं गुजरे, ഒത്തിരി രോഗങ്ങളിലൂടെ നമ്മൾ പോയില്ലേ, क्या हम बहुत सारी बीमारियों से नहीं गुजरे, കരയുന്ന അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടില്ലേ. रोने वाला हालत कहीं हमारी जिंदगी में नहीं आए, ഇതെല്ലാം കഴിഞ്ഞപ്പോ लेकिन ये सब होने के बाद നിങ്ങളുടെ ആത്മീക ജീവിതം വലുതായില്ലേ, आपका आत्मिक जीवन भी बढ़ा ना, നിങ്ങളുടെ കരുത്ത് വർദ്ധിച്ചില്ലേ, क्या आपका आत्मिक ताकत और बढ़ നിങ്ങളുടെ गया ना, വെളിപ്പാട് കൂടിയില്ലേ. क्या आपका दर्शन बढ़ गया, ഹല്ലേലൂയ. हालेलुया, ദൈവത്തോടുള്ള ഇന്റിമസി വർദ്ധിച്ചില്ലേ. परमेश्वर के साथ आपका वो एक रिश्तों में गहराई आ गया, ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി നാം വില കൊടുക്കണം. हमारे आत्मिक जीवन में कई बार हमें कीमत चुकानी पड़ती ഒരു है। കാര്യം നിങ്ങൾ അറിയുക, एक बात हमें समझना है, ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല, परमेश्वर आपको छोड़ नहीं देगा, ദൈവം നിങ്ങൾക്ക് മറുപടി തരാതിരിക്കത്തില്ല. परमेश्वर आपकी प्रार्थनाओं को जवाब दिए बिना नहीं അവൻ छोड़ेगा, ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. क्योंकि वो आपको छोड़ने वाला परमेश्वर नहीं है, അവൻ നിങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കും. वो आपकी जरूरतों के साथ खड़े होने वाला परमेश्वर है, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായത് അവന്റെ പക്കലുണ്ട്. आपके सारे दुखों को बदलने के लिए उसके पास समाधान है। കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷമങ്ങൾ, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് എന്താണെങ്കിലും അത് പരിഹരിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. चाहे बच्चों के बारे में हो, पति पत्नी के बारे में हो, किसी के भी बारे में हो, हर समाधान का परिहार उसके पास है। എത്ര പേര് വിശ്വസിക്കുന്നു? आप में से कितने लोग विश्वास करते എന്റെ हैं പ്രശ്നങ്ങളെ അവൻ പരിഹരിക്കും. मेरे सारे समस्याओं का समाधान ദേ, उसके पास ഇന്ന് है, പകൽക്കാലം അത് സംഭവിക്കും. और आज दिन के वक्त ही होगा, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ഈ വർഷം ഞാനത് കാണും. और इसी साल में जब आप देखूंगा, നമ്മുടെ കർത്താവ് മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നവനാ. हमारा प्रभु यीशु मरा हुआ लाजर को जिंदा किया हुआ प्रभु है। മാർത്ത പറയുന്നുണ്ട്, നാറ്റം വെച്ചു 4 ദിവസമായി. मार्था कहती है कि वो मर चुका है, 4 दिन हो गया, बदबू आ रहा है, ഒരു സാധ്യതയുമില്ല. लेकिन वहां पे कोई भी बात संभव नहीं है। നിങ്ങൾക്കൊരു സാധ്യതയുമില്ലാത്തടത്ത് യേശുവിന് സാധ്യതയുണ്ട്. जहाँ पे आपको लगता है कि बात असंभव है, वहाँ प्रभु के लिए संभव है। ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് സാധ്യതയില്ലാത്തടത്ത് യേശുവിന് സാധ്യതയുണ്ട്. जहाँ पे आपके लिए बात असंभव है, वहाँ प्रभु के लिए संभव അവൻ है। നിങ്ങളുടെ നാറ്റം വെച്ച അനുഭവങ്ങളെ മാറ്റാൻ ശക്തനാണ്. वो आपके बदबूदार परिस्थिति को बदलने के लिए सामर्थ्य है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? क्या आप खुश हो? ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് അവൻ മാറ്റം വരുത്തും. आपकी जिंदगी की परिस्थिति को वो बदल देगा। നീ ഒന്നും കരയാൻ ദൈവം അനുവദിക്കത്തില്ല. तू हमेशा रोते रहे ऐसा वो नहीं चाहता है। ആമേൻ. ഇപ്പോൾ കരയുന്നതിന് പിന്നിൽ ഉദ്ദേശമുണ്ട്. അത് നടന്നാൽ നിന്റെ കരച്ചിലൊരു പര്യവസാനമുണ്ട്. आज आप रो रहे हो उसके पीछे कारण, लेकिन उसके पीछे एक समाधान भी उसने रखा हुआ है। ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തിന് क्या आप മഹത്വം ताली കൊടുക്കാതെ बजाकर परमेश्वर को स्तुति कर सकते हैं? യേശുവിൻ നാമത്തിൽ ചില വിടുതലുകൾ ഇന്ന് സംഭവിക്കട്ടെ. ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ഞാൻ ഈ ഇസ്രായേൽ മക്കൾ നടന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. ये इजराइल लोगों का जो घटना हुआ वहां पे मैं गया हूँ। മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ ക്രോസ് ചെയ്ത് ഇടത്തോട്ട് തിരിഞ്ഞാല് യോർദാനാണ്. अब मिस्र का समुद्र पार करके जब बाई ओर बढ़ते तो वहां पे यर्दन नदी है, പക്ഷെ ദൈവം ഒരു ഇടത്തോട്ടല്ല തിരിച്ചു, വലത്തോട്ടാ തിരിച്ചു. लेकिन परमेश्वर ने यर्दन नदी की तरफ बाई ओर नहीं मोड़ा, उनको दाई ओर मोड़ा। ഇന്നത്തെ സൗദി അറേബ്യയുടെ തബൂക്ക് ആ ഏരിയയിലൂടെയാണ് ഇവർ ചുറ്റി നടന്നത്. और आज के सऊदी अरेबिया के अबूक वो शहर के उस पास प्रभु उनको चलाया। മുഴുവൻ മരുഭൂമിയാ, മുഴുവൻ മരുഭൂമിയാ. वहां पे पूरा रेगिस्तान है പച്ചി പൊട്ടുമില്ല. और वहां पे हरियाली बिल्कुल नहीं है, പക്ഷെ ദൈവം അവരെ നടത്തി. लेकिन परमेश्वर उस रेगिस्तान में भी उन्हें चलाया। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളെയും കൊണ്ടുവരുന്ന ഒരു മരുഭൂമിയിലേക്കാണ്. परमेश्वर हमें एक रेगिस्तान से लेके चलता है, പക്ഷെ ദൈവം നമ്മളെ നടത്തിയിരിക്കും. लेकिन परमेश्वर हमें चलाता है, ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. परमेश्वर हमें आगे ले चलता है। ഹല്ലേലൂയ. हालेलुया। ആമേൻ. കുറച്ച് ദിവസം ഇവർ നടന്നു കഴിഞ്ഞിട്ട് 70 ഈത്തപ്പനയും ആമേൻ നീരുറവുമുള്ള ഒരു സ്ഥലത്ത്, 12 നീരുറവുള്ള ഒരു സ്ഥലത്തെത്തി. और आगे चला चला कर 12 सोता है ऐसी जगह पे प्रभु ने ले गया। ആമേൻ. അവിടെ ഞാൻ പോയിട്ടുണ്ട്. वहां पे मैं भी गया हूँ ആ നീരുറവ് വെള്ളം കോരി കുടിച്ചിട്ടുണ്ട്.
और उसी सोते में से मैंने पानी निकाल कर पिया भी है। ഹല്ലേലൂയ. മരുഭൂമിയാണേലും തന്റെ ജനത്തിനു വേണ്ടി ചില പച്ചിപ്പുകൾ ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. चाहे कितना भी रेगिस्तान क्यों ना हो, परमेश्वर अपने प्यार करने वाले बच्चों के लिए सोता बनाता है। ഇവർ നേരിട്ട പ്രധാന പ്രശ്നം എന്താണ്? ഇസ്രായേൽ മക്കൾ നേരിട്ട പ്രധാന പ്രശ്നം എന്താണ്? इजरायली लोगों ने अपनी जिंदगी में सामना किया हुआ सबसे बड़ा समस्या क्या है? ഒന്ന് അവർക്ക് വിശന്നു. सबसे पहली बात, उन्हें भूख लगी, ഭയങ്കര വിശപ്പായിരുന്നു. बहुत भूख लगी उन्हें। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। കാരണം ഇവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോ കുറച്ച് ധാന്യമൊക്കെ കൊണ്ടുവന്നായിരുന്നു. क्योंकि इजराइल से जब ये निकले तो बहुत सारे खाने का चीज साथ में लेकर चले थे। ദൈവം ഒന്നും മിണ്ടിയില്ല. परमेश्वर ने कुछ नहीं बोला। അവർക്ക് വേണ്ടതെല്ലാം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. उनके लिए जो भी जरूरत था यात्रा के लिए सारी चीजें साथ में लिया था। പക്ഷെ ഒരു ദിവസം അത് തീർന്നു. लेकिन एक दिन सब कुछ खत्म हो गया। നമ്മൾ കരുതിയാൽ അത് തീരും ദൈവം. हम अगर कुछ भी सोचते हैं उसकी एक सीमा है, वो खत्म हो जाती है। നമുക്ക് വേണ്ടി ദൈവം കരുതണം. लेकिन जब हमारे बारे में परमेश्वर सोचता है, ആമേൻ. ഇവരുടെ കയ്യിലുള്ള എല്ലാം തീർന്നപ്പോ जब इनके हाथ में था सब कुछ खत्म हो गया, വിശക്കാൻ തുടങ്ങി. इन्हें भूख लगने लग गया। ദൈവം ആ വിശപ്പിനെ കൂട്ടിക്കൊടുത്തു. परमेश्वर ने उनकी भूख को और बढ़ा दिया। ഹല്ലേലൂയ. ഇത് പറയുമ്പോ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ഇപ്പൊ ചിലപ്പോ വിശന്ന നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലൊക്കെ തോന്നും. आपको पता है जब हमें भूख लगता है तो हम पागल जैसे हो जाते हैं। ഹല്ലേലൂയ. ഹല്ലേലൂയ. തമ്പുരാൻ അവരുടെ വിശപ്പ് അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. परमेश्वर ने उनकी भूख को बढ़ा दिया। സത്യത്തിൽ ദൈവർക്ക് വേണ്ടി വേഗം ഇവർക്ക് വിശന്നപ്പോ വേഗം ഭക്ഷണം കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ? सच में अगर देखा जाए जब इनको भूख लगती है तो परमेश्वर तुरंत उनका खाने का बंदोबस्त करना चाहिए था। പക്ഷെ നമ്മുടെ ദൈവം ആരാ? लेकिन हमारा परमेश्वर कौन है? പണ്ടാരണ്ട് പറഞ്ഞാൽ അവനൊരു വിളഞ്ഞ പുള്ളിയാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തമ്പുരാൻ ആ വിശപ്പ് അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. परमेश्वर ने उनकी भूख को बढ़ा दिया। ഹല്ലേലൂയ. വായിക്കുന്നുണ്ട് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2 മുതൽ അങ്ങോട്ട് വായിക്കാം. ദൈവം അവരെ വിശപ്പിച്ചെന്ന. निर्गमन के 8वें अध्याय में लिखा है परमेश्वर ने उनकी भूख को बढ़ा दिया। ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനാ വിശപ്പിച്ചേ? उनको क्यों इतना भूख दिया? ഇവരുടെ പ്രതികരണം കാണാൻ വേണ്ടിയാണ്. इनकी प्रतिक्रिया को देखने के लिए। ഹല്ലേലൂയ. हालेलुया। അവരുടെ പ്രതികരണം ദൈവം കണ്ടല്ലേ? और परमेश्वर ने उनकी प्रतिक्रिया को देखा ഇവര് ശരിക്ക് പ്രതികരിച്ചു. और इन्होंने बहुत अच्छा प्रतिकार दिया। അവരെല്ലാം കൂടെ മോശയുടെ നേരെ വിറുവിറുക്കാൻ തുടങ്ങി. और वो सारे इजरायली लोग मूसा के खिलाफ कुड़कुड़ाने लगे। അവരുടെ കണ്ണുകൾ അടഞ്ഞുപോയി. उनकी आंखें बंद हो गई। ഇത്രയും ദിവസം നടത്തിയ വഴിയെ കുറിച്ച് അവർക്ക് മനസ്സിലായില്ല. इतने दिन तक चलाए उस परमेश्वर की बातों को भूल गए। ചെങ്കടല് രണ്ടായി അതിന് നടുക്കൂടെ വന്നവരാ. लाल समुद्र के बीच में से रास्ता बनाकर चल के आए हुए वही इजरायली ഒരിക്കലും लोग। വിടത്തില്ലെന്ന് പറഞ്ഞ ഫറവോൻ ഇവരെ ഓടിച്ചു വിട്ടതാണ്. कभी नहीं छोड़ेगा बोला हुआ उस फरो के अधीनता से परमेश्वर ने निकाला। ആ ഫറവോനും സൈന്യവും ചത്തു കിടക്കുന്ന ഇവര് കണ്ടതാണ്. और वो फरो और उसकी सेना मरकर समुद्र में पड़ा हुआ ये सारे इजरायलियों ने देखा था। പക്ഷെ ഇപ്പൊ വിശന്നപ്പോ അവരതെല്ലാം മറന്നുപോയി. लेकिन जब अब भूख लगी तो वो सारी बातें भूल गए। അവരിങ്ങനെ വിറുവിറുക്കാൻ തുടങ്ങി. वो कुड़कुड़ाने लगे, ഞങ്ങൾ എന്തോ തിന്നും. हम क्या खाएंगे? ഹല്ലേലൂയ. हालेलुया। ദൈവം പെട്ടെന്ന് വല്ലതും പറഞ്ഞോ? परमेश्वर वहां पे आके बोलता है। ദൈവം ആദ്യം ഒന്നും മിണ്ടിയില്ല. परमेश्वर ने पहले कुछ बोला नहीं। നമ്മളും പ്രതിസന്ധിയിലാകുമ്പോ हम भी जब अलग अलग परिस्थितियों में होते हैं ദൈവം പലപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. परमेश्वर कई बार बात नहीं करता है। മിണ്ടാത്തവൻ അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. वो बात इसलिए नहीं करता ये मत सोचना कि परमेश्वर है ही നിന്റെ नहीं। തീരുമാനം അറിയാൻ അവൻ വെയിറ്റ് वो ചെയ്യുകയാണ്. आपकी प्रतिक्रिया को आपके विचार को वो देख रहा है। പക്ഷെ ഒന്ന് അറിയുക, ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ട്. लेकिन एक बात का हमेशा याद रखना कि परमेश्वर हमेशा आपके साथ है। ദൈവം ഇവർക്ക് വിശപ്പ് കൊടുത്തത് 40 വർഷം ഇവരെ നടത്താൻ ആവശ്യമായ മന്ന സ്വർഗത്തിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവർക്ക് വിശപ്പ് കൊടുത്തത്. परमेश्वर ने जब इजरायलियों को भूख दिया उसके पहले 40 साल का खाना जो मन्ना है परमेश्वर ने स्वर्ग में उनके लिए तैयार करके रखने के बाद उनको भूख दिया। ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. हालेलुया। ഞാൻ ചോദിച്ചോട്ടെ, ലോകത്തിൽ ഏതെങ്കിലും ഗവൺമെന്റിന് ഇത് കഴിയുമോ? मैं आपको पूछना चाहता हूँ इस दुनिया का कोई भी सरकार ऐसे कर सकता है क्या? അമേരിക്കയ്ക്ക് ഇത് കഴിയുമോ? क्या अमेरिका कर सकता है? 20 ലക്ഷം ആളുകൾക്ക് 40 വർഷം ഓരോ ഇടങ്ങളിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? 20 लाख लोगों को 40 साल तक खाना जमा करके रखने के लिए क्या अमेरिका की सरकार को हो सकता है? നമ്മുടെ ദൈവത്തിന് കഴിയും. हमारे परमेश्वर को हो सकता ആ है। ദൈവത്തെ നീ उसी ആരാധിക്കുന്നു. परमेश्वर की आराधना ആ आप करते ദൈവത്തെ हो। നീ സ്തുതിക്കുന്നു. उसी परमेश्वर ആ की स्तुति ദൈവത്തെ आप നീ करते हो। ആരാധിക്കുന്നു. उसी परमेश्वर की आराधना അവനാണ് करते നിന്റെ हो। കൂടെയുള്ളത്. और वही आपका परमेश्वर അവൻ है। നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. उसने आपके दाएं हाथ को पकड़ा हुआ है താമ്രവാതിൽ നിന്റെ മുമ്പിൽ തുറക്കും. और वो दरवाजों को खोलेगा। ഒറ്റ കാര്യം ചെയ്യാതിരുന്നാ മതി, നീ ക്ഷീണിക്കാതിരുന്നാ മതി. एक ही बात आपको करना है, आपको हार नहीं माननी है। ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട്
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ എന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. इसलिए आप मेरे पीछे बोलना कि आज मेरे सारे समस्याओं का एक समाधान है, എന്റെ വേദനയ്ക്ക് ഒരു പരിഹാരമുണ്ട്. मेरे दुख का एक समाधान है. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറ്റാൻ പോകുകയാണ്. परमेश्वर आपके सारे दुखों को हटाने जा रहा है. ദൈവമക്കളെ, നിങ്ങൾ കരയുമ്പോൾ അവനും കരയുന്നവനാണ്. जब आप रोते हैं तो हमारा परमेश्वर रोता മാറിയ है. കരയുന്ന കണ്ടപ്പോൾ അവന്റെ കൂടെയുള്ള യഹൂദന്മാര് കരയുന്ന കണ്ടപ്പോൾ യേശു കണ്ണുനീർ വാർത്തു. हम वचन में देखते हैं कि जब उसके चेले रो रहे थे तब यीशु भी वहां पे रो पड़ा. യേശു കരഞ്ഞതായിട്ട് ബൈബിൾ ഒറ്റ വാക്യമേ ഉള്ളൂ. यीशु रोया करके पूरे बाइबल में आप एक ही जगह पे देख അവൻ सकते हो. യേശു കരഞ്ഞ നാളെ എന്തായി തീരുമെന്ന് ഓർത്തല്ല കരഞ്ഞത്. यीशु वहां पे इसलिए नहीं रोया कि कल क्या होगा. തന്റെ മക്കള് കരയുന്ന കണ്ടപ്പോഴാ യേശു കരഞ്ഞ്. जब उसने अपने बच्चों को रोते हुए देखा तभी यीशु भी रो पड़ा. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുനീരെല്ലാം അവൻ കാണുന്നുണ്ട്. अगर ऐसा है तो हमारी आंखों की आंसुओं को वो देखता है. ഹല്ലേലൂയ. Hallelujah. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥന കുറയ്ക്കരുത്, ആരാധന കുറയ്ക്കരുത്, വചനധ്യാനം കുറയ്ക്കരുത്. പ്രാർത്ഥനയോട് അടുത്തു വരട്ടെ, അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. इन दिनों में आपकी प्रार्थना को कम मत करना, वचन मनन करना कम मत करना, प्रार्थना में जागते रहना. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എവിടെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുടങ്ങിയിട്ടുണ്ടോ? क्या आपका प्रार्थना जीवन में कमी है? എവിടെയെങ്കിലും നമ്മുടെ ആരാധന കുറഞ്ഞിട്ടുണ്ടോ? क्या आपकी आराधना में कमी है? ആമേൻ. വല്ലവരോടും ദേഷ്യം വരുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. मैंने ऐसे देखा है कि जब आपको किसी और के ऊपर गुस्सा आता है तो आमीन. प्रार्थना करना बंद कर നീ देते हैं. ദൈവത്തോട് മത്സരിക്കുകയാണ്. क्या आप परमेश्वर के खिलाफ युद्ध करते हो? എന്നാൽ പ്രശ്നങ്ങൾ കൂടുന്തോറും ദൈവസന്നിധി നെടുമ്പാട് വീഴട്ടെ. लेकिन जब समस्या जिंदगी में बढ़ते आंसुओं के साथ प्रभु के पास आए. ലാസറിനെ പുറത്തു കൊണ്ടുവന്നവൻ നിന്നോട് കൂടെയുണ്ട്. लाजर को जिसने बाहर लाया है वही परमेश्वर आपके साथ है. കല്ലറയ്ക്കകത്തിരുന്നവനെ പുറത്തു കൊണ്ടുവന്നവൻ നിന്നോട് കൂടെയുണ്ട്. पत्थर के अंदर मरा हुआ जो पड़ा था उसको बाहर लाने वाला वही परमेश्वर आपके साथ है. ഹല്ലേലൂയ. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. രണ്ടാമത് ഇവര് നേരിട്ട പ്രശ്നമാണ്, ഇവർക്ക് ദാഹിച്ചു. इजरायलियों के सामने आया हुआ दूसरा समस्या है, उनको प्यास लगी. ഇവർക്ക് വെള്ളം എവിടുന്ന് കിട്ടും? अभी इनको पानी कहां से मिलेगा? ഇവരെപ്പോഴും നോക്കുന്ന സാഹചര്യത്തിലേക്കാ നോക്കുന്നത്. और ये इजरायली लोग हमेशा अपने परिस्थितियों को देखते ഈ हैं. മരുഭൂമിയിൽ എത്രയും പേർക്ക് എവിടുന്ന വെള്ളം? ये रेगिस्तान में किसको कहां से पानी मिलेगा? सबको. കുഴിച്ചാ വെള്ളം കിട്ടുമോ? क्या हम गाड़ेंगे तो वहां से पानी मिलेगा? ഹല്ലേലൂയ. എങ്ങനെ കൊണ്ടുവരും? ഇന്നാരെ പറയാം ടാങ്കർ ലോറിക്ക് കൊണ്ടുവരാന്ന് പറയാം. हम अभी कह सकते कि टैंकर लोरी में पानी लाना. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ അവര് നോക്കിയപ്പോ ഒരു സാധ്യതയും ഇല്ല. लेकिन जब इजरायलियों ने देखा सारी चीजें असंभव, എന്നിട്ട് അവര് തന്നെ തീരുമാനിച്ചു, तो उन्होंने खुद एक निर्णय लिया, ഞങ്ങള് മരിക്കും. हम सब मरने वाले हैं. എന്താ അവര് പറയുന്നേ? वो क्या बोलते हैं? ഞങ്ങള് മരിക്കും. हम मरने वाले हैं. ഹല്ലേലൂയ. ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞോ മരിക്കുമെന്ന്? क्या परमेश्वर ने उनको बोला वो मरेंगे? ദൈവം പറയുന്നത് നീ ജീവിക്കുമെന്നാ പറയുന്നത്. परमेश्वर बोला तो जीवित रहेगा. ഇതുപോലെ തീരുമാനമെടുത്ത് ഒത്തിരി പേരുണ്ട്. ऐसा निर्णय लिया हुआ यहाँ पे बैठे हुए काफी लोग हैं. എന്റെ ജീവിതം തീർന്നു. मेरा जिंदगी खत्म हो गया. ഈ നാടൻ ഭാഷ പറഞ്ഞ കട്ടപ്പുകയ എന്ന് പറയുന്ന പോലെ. अगर गावटी भाषा में बोलेंगे तो मेरा जिंदगी पूरा धुआं से हो गया, जल के खत्म हो गया. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, എന്റെ മോന് രക്ഷയില്ല. ऐसा कोई रक्षा मेरे ऊपर नहीं आ എന്റെ सकता സഭ है. രക്ഷപ്പെടത്തില്ല. मेरा कलीसिया नहीं बचेगा. ഹല്ലേലൂയ. हालेलुया. ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ പിശാചിന്റെ അകത്തേക്ക് കൊണ്ടുവരും. ऐसे नकारात्मक सोच शैतान हमारे अंदर लाता है. എന്നാൽ നീ അവയെ തിരിഞ്ഞ് ശാസിക്കണം. लेकिन आपको उठकर उसके खिलाफ आवाज उठाना എന്റെ है. ദൈവത്തിന് സകലതും കഴിയുന്നവനാണ്. मेरे परमेश्वर से हर बात संभव है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ഇവര് ചുറ്റും നോക്കിയപ്പോ വെള്ളം കാണുന്നില്ല. जब इन्होंने चारों ओर देखा तो इन्हें पानी दिखाई नहीं दिया. പക്ഷെ ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. लेकिन परमेश्वर ने उनको पानी दिया. എവിടെ നിന്ന്? कहां से पानी? പാറയിൽ നിന്ന്. पत्थर में से दिया. പാറയ്ക്കകത്ത് വെള്ളമുണ്ടോ? चट्टान के अंदर पानी होता है क्या? അത് ഇത്ര ആൾക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ടോ? वो भी 20 लाख लोगों को पीने के लिए पानी होता है क्या? അതും ബൈബിള് പറയുന്നു തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തെന്ന്. चट्टान के अंदर से पानी निकला. അതിനകത്ത് വെള്ളത്തിന്റെ അംശം പോലുമില്ല. वो चट्टान के अंदर पानी का एक बूंद भी नहीं പക്ഷെ है. മോശയോട് അടിക്കാൻ പറഞ്ഞ് അടിച്ചപ്പോ വെള്ളം തള്ളി ചാടി വന്നു. लेकिन जैसे परमेश्वर ने मूसा को बोला लाठी उठा के उस पे मार, उसी पत्थर में से पानी निकल कर आया. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു വരും. और आज के दिन में परमेश्वर इसी तरह से एक नया रास्ता आपकी जिंदगी में खोलेगा. തമ്പുരാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. और परमेश्वर अगर बोलता है तो वो होगा ही. വിശ്വസിക്കുന്നോ? क्या आप विश्वास करते हो? നിങ്ങൾ വിശ്വസിക്കുന്നോ? क्या आप विश्वास करते हो? നിനക്ക് വേണ്ടി ദൈവം ഇടപെടുന്ന ഒരു आपके സമയമുണ്ട്. लिए परमेश्वर का काम करने का एक वक्त है. ഹല്ലേലൂയ. हालेलुया. നിനക്ക് വേണ്ടി ദൈവം കൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്. परमेश्वर तेरे लिए रखा हुआ एक वक्त है.
ഹല്ലേലൂയ. हालेलुया। അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പാറയിൽ നിന്ന് വെള്ളം വന്നതല്ല, उनका वहां पे जो बहुत बड़ी बात ये नहीं है कि चट्टान में से पानी आया, അത് ദൈവം വിചാരിച്ച നടക്കും. वो परमेश्वर ने सोचा इसलिए हुआ। പക്ഷെ വടി പിടിച്ചുകൊണ്ട് അടിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. वहां पे लकड़ी पकड़कर मारने के लिए एक व्यक्ति खड़ा हुआ। ഞാൻ പറഞ്ഞ മനസ്സിലായോ? क्या आपको समझ में आ रहा है मैं क्या बोल रहा हूँ? സഹോദരന്മാർക്ക് മനസ്സിലായോ? भाइयों को समझ में आया? സഹോദരിമാർക്ക് മനസ്സിലായോ? बहनों को समझ में आया? ആ വടിയും പിടിച്ചോണ്ട് അടിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു. वो लकड़ी पकड़ के चट्टान पे मारने के लिए एक व्यक्ति था। ഹല്ലേലൂയ. हालेलुया। അങ്ങനെയുള്ള ചിലതിനെ ദൈവം ഇവിടെ നോക്കുകയാ. और ऐसे कुछ लोगों को परमेश्वर आज यहाँ पे ढूंढ रहा है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മോശ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് ദൈവപ്രവൃത്തി കാണാൻ കഴിഞ്ഞത്. एक मूसा था इसलिए उनको परमेश्वर का काम वहाँ पे प्रकट होते हुए दिखाई നമ്മുടെ दिया। ഭവനങ്ങളിൽ മോശമാർ എഴുന്നേൽക്കട്ടെ. हमारे परिवारों में ऐसे मूसा खड़े हो जाए। അതൊരു പക്ഷേ സഹോദരിയായിരിക്കാം, സഹോദരനായിരിക്കാം. हो सकता है कि वो आपकी बहन हो या भाई हो। സഭയിൽ മോശമാർ എഴുന്നേൽക്കട്ടെ. कलीसिया में मूसा लोग खड़े हो जाए। എന്ത് വന്നാലും ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാ. चाहे समस्या कैसी भी क्यों ना हो एकदम मजबूत खड़े എന്ത് रहेंगे। വന്നാലും പാറ പോലെ നിൽക്കുകയാ. अब चाहे कुछ भी हो जाए चट्टान की तरह खड़े रहेंगे। ഹല്ലേലൂയ. हालेलुया। ഇത് വെറുതെ കിട്ടിയതല്ല ഈ മോശയ്ക്ക്. ഇത് കേട്ടോ, ये मूसा को ऐसे ही अधिकार मिला नहीं था। 40 വർഷം ഇത്രോമിന്റെ വീട്ടിൽ കൊണ്ടിട്ട് പണിഞ്ഞതാ ദൈവം. और 40 साल तक जोतरा के परिवार में वो गुलामी वहां पे काम करता रहा, तब उसको ये अधिकार मिला। മനസ്സിലായോ? क्या आपको समझ में आ रहा है बात? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ വീട്ടിനകത്തിട്ടും വീടിന് പുറത്തും ഓഫീസിനകത്തൊക്കെ ഇട്ട് ദൈവം ചുറ്റിക്കുന്നത് ഈ മോശയെ പോലെ നിർത്താൻ വേണ്ടിയാ. आपके घर के अंदर, ऑफिस के अंदर अलग अलग परिस्थितियों में से प्रभु इसलिए जाने देता है ताकि आपको मूसा की तरह वो खड़ा कर सके। മനസ്സിലായവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. जो लोगों को ये बात समझ में आए केवल वही लोग हालेलुया बोले। ഹല്ലേലൂയ. 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 റാനാനാമ സഥന വൈഡമന. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ബലപ്പെടുത്തണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ ഒരു ബലം ജനത്തിന്റെ മേലാക്കണമേ. ആമേൻ. ഹല്ലേലൂയ. 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 അതുകൊണ്ട് നിങ്ങൾ അറിയുക, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്റെ കൂടെയുണ്ട്. इसलिए आप ये बात को समझो कि आप अकेले नहीं हो, आपके साथ परमेश्वर है। ദൈവം മിണ്ടാതിരിക്കുന്നതിനെ കൈവിട്ടത് കൊണ്ടല്ല, परमेश्वर चुप इसलिए नहीं है कि क्योंकि उसने आपको छोड़ा है। അവൻ എന്തോ वो ചെയ്തുകൊണ്ടിരിക്കുകയാണ്. कुछ कर रहा है आपके लिए। അവൻ എന്തോ वो ചെയ്തുകൊണ്ടിരിക്കുകയാണ്. कुछ आपके लिए कर रहा है। കുശവൻ അവൻ അവന്റെ ചക്രത്തിൽ മേൽ കളിമണ്ണ് വെച്ചൊരു അവൻ പാത്രമാക്കി മാറ്റുന്നത് പോലെ നിന്നെ അവൻ ഒരു പാത്രമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. जैसे कुम्हार मट्टी को उस व्हील के ऊपर डालता है और बर्तन बनाने की कोशिश करते रहता है, उसी तरह से प्रभु यीशु आपके ऊपर काम कर रहा है। അതുകൊണ്ട് ധൈര്യമായി അവനെ ആരാധിച്ചു കൊള്ളുക. इसलिए हिम्मत के साथ उसकी आराधना करते रहो। മോശ നിന്നതുപോലെ ധൈര്യത്തോടെ നിൽക്കുക. जैसा मूसा हिम्मत के साथ खड़ा हुआ वैसे हिम्मत के साथ खड़े हो। ഹല്ലേലൂയ. 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 हालेलुया। അപ്പം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തി, इजरायली लोगों को रेगिस्तान से ले चला അവൻ നമ്മയും മരുഭൂമിയിലൂടെ ദൈവം നടത്തുന്നു. और हमें भी प्रभु रेगिस्तान से ले चलता പക്ഷെ है। മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. लेकिन उस रेगिस्तान में भी परमेश्वर का हाथ हम पर है। ആ യോസഫ് പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. वहां पे यूसुफ ने बोला हुआ एक बात है। ആമേൻ. യോസഫ് ഇങ്ങനെയാ പറഞ്ഞത്, यूसुफ ने ऐसा कहा, ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. परमेश्वर निश्चय तुम्हारी सुधि लेगा। ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. परमेश्वर निश्चय तुम्हारी सुधि लेगा। എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? क्या है इस शब्द का मतलब? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സന്ദർശനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ. जब परमेश्वर के साथ मुलाकात होना, ये बात सुनते हमें डर लगता है। നമ്മൾ വിചാരിക്കും നമ്മളെ തകർക്കാൻ വേണ്ടിയാ ഈ സന്ദർശനം എന്ന് हमें പറയുന്നത്. ऐसा लगता है कि शायद परमेश्वर का भी कोप हमारे ऊपर आने वाला, हमें खत्म करने वाला है। എന്നാൽ യഥാർത്ഥമായ സന്ദർശനം നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. लेकिन वास्तविक रूप में जो परमेश्वर के साथ जो मुलाकात होता है वो ഡിവൈൻ हमें आशीष देने के लिए, ഡിവൈൻ എൻകൗണ്ടർ. एक स्वर्गीय मुलाकात। ഹല്ലേലൂയ. हालेलुया। ആമേൻ. മറിയയ്ക്ക് ദൈവത്തിന്റെ ഒരു സന്ദർശനമുണ്ടായി. मरियम का परमेश्वर के साथ एक मेल मिलाप, एक मिलना हुआ ദൈവം പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. और वहां पे उसको ऐसे संबोधित किया जाता है, एक कृपा पाया हुआ व्यक्ति, तुझको प्रभु का धन्यवाद। നിനക്കൊരു സന്തതി ജനിക്കാൻ പോവാ. तुझे एक बेटा जन्म होने वाला है। ഇന്ന് പകൽക്കാലം പറയട്ടെ, നിങ്ങളെ ദൈവം സന്ദർശിച്ചാൽ ചില വിടുതലുകൾ और നടന്നിരിക്കും. आज दिन के वक्त में आपसे कहना चाहता हूँ, जब परमेश्वर का आपके साथ मुलाकात होगा तो बहुत बड़ा छुटकारा का शुरुआत होगा। ഹല്ലേലൂയ. हालेलुया। ഹന്നയ്ക്ക് ദൈവത്തിന്റെ സന്ദർശനമുണ്ടായി. हन्ना के साथ परमेश्वर का एक मुलाकात हुआ। ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. हन्ना को बच्चे नहीं थे। ആമേൻ. അവളെ കുത്താൻ പെനിന്ന വീട്ടിലുണ്ടായിരുന്നു. പെനിന്ന
पेरिन्या करके उसकी जिंदगी में था। ഹല്ലേലൂയ. അതുകൊണ്ട് അവൾക്ക് ആ നിന്ന സഹിക്കാൻ വയ്യാതെ ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. और वो निंदा नहीं सहन करने के कारण वो मंदिर में जाकर बैठकर प्रार्थना करती थी। കുറേ ദിവസം പ്രാർത്ഥിച്ചു. बहुत दिन तक प्रार्थना किया। ഒറ്റ ദിവസം കൊണ്ടല്ല, एक दिन में नहीं मिला കുറേ जवाब। ദിവസം പ്രാർത്ഥിച്ചു. बहुत दिन प्रार्थना किया ഒരു ദിവസം ദൈവം അവളെ വിടുവിക്കാൻ തീരുമാനിച്ചു. और एक दिन परमेश्वर उसको छुटकारा देने का निर्णय लिया ഏലിയിലൂടെ അവൾക്കൊരു വിടുതൽ ലഭിക്കാനിടയായി. और एली के द्वारा उसको एक छुटकारा मिला। അവളെ ദൈവം സന്ദർശിച്ചു. उसका परमेश्वर के साथ एक मुलाकात हुआ। ഇന്ന് പകൽക്കാലം ഈ കസേരയിൽ ഇവിടെ ഇരിക്കുമ്പോൾ आज इस दिन के वक्त में जब आप अपने कुर्सी पर बैठते हो, നിന്റെ സന്ദർശനത്തിന്റെ സമയം വരുന്നുണ്ട്. परमेश्वर के साथ का मुलाकात का वक्त आपकी जिंदगी में आ चुका है। നിന്റെ സന്ദർശനത്തിന്റെ സമയം വരുന്നുണ്ട്. परमेश्वर के साथ मुलाकात का वक्त आ चुका है। നിങ്ങൾക്കൊരു സന്തോഷം വരുന്നില്ലല്ലോ? आपको एक खुशी दिखाई नहीं दे रहा है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। നമ്മളെല്ലാം ദൈവം സന്ദർശിക്കാൻ ഇടയ്ക്ക് വരുന്നുണ്ട്. परमेश्वर बीच बीच में हमसे मुलाकात करने आता है, അപ്പൊ നമ്മൾ ചിലപ്പോ വല്ലയിടത്തും ആയിരിക്കും. तभी हम कहीं और होंगे। ഹല്ലേലൂയ. ചിലപ്പോ നമ്മൾ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. कई बार हम एकदम एकदम थक कर बैठे ചിലപ്പോ होंगे। വല്ല കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. कई बार हम दूसरों की गलतियां निकालने में बिजी रहेंगे। ചിലപ്പോ ജനിക്കണ്ടായിരുന്നു, कई बार हम ऐसे सोचते कि मुझे तो जन्म ही नहीं लेना चाहिए। ഇങ്ങനെ നശിച്ച ജീവിതം. ये एक नाश से भरा हुआ जिंदगी है। ദൂതൻ തിരിച്ചോടും. स्वर्गदूत वहीं से वापस भाग जाएगा। നിന്നെ വിടുവിക്കാൻ വന്ന ദൂതൻ തിരിഞ്ഞോടും. तुझे छुड़ाने आया हुआ स्वर्गदूत तेरी बातों को सुनकर वहां से भाग जाएगा। മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം जिनको ये പറഞ്ഞു. बातें समझ में आए परमेश्वर को धन्यवाद। നിന്നെ എപ്പോഴാ വിടുവിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുമോ? आपका छुटकारा कब हो सकता है, क्या हम बता सकते हैं? ദൈവം അത് പറയത്തില്ല. परमेश्वर वो दिन और वक्त ഇന്ന് नहीं बताता 6:30 है। ഒരു വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം 6:30 ആകുമ്പോഴേ അലർട്ടാവും. अगर आपको ये बोला जाएगा कि 6:30 बजे को छुटकारा मिलने वाला है, तो हम सब तैयार हो जाएंगे 6:30 को। ചിലരൊക്കെ നമ്മളോട് ദൂതൊക്കെ പറയാറുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, ആ സമയത്ത് നടക്കാറില്ല, വേറെ സമയത്താണ് നടന്നത്. कई बार भविष्यवक्ता लोग जो आके हमसे भविष्यवाणी कहते हैं, वो बोले हुए वक्त में नहीं होता है, उसके बाद होता है। ഹല്ലേലൂയ. हालेलुया। നമ്മൾ ഏത് സമയം അലർട്ടായിട്ട് ദൈവത്തിനായിട്ട് हमें കാത്തിരിക്കും. हर वक्त सतर्क होकर परमेश्वर की उपस्थिति का इंतजार करना ഹല്ലേലൂയ. चाहिए। हालेलुया। ദൈവം നമ്മളെ സന്ദർശിക്കും നിശ്ചയം. परमेश्वर हमारे साथ मुलाकात करेगा, ये वास्तविक है, सच है। അബ്രഹാമിന് ദൈവത്തിന്റെ സന്ദർശനമുണ്ടായി. अब्राहम का परमेश्वर के साथ मुलाकात हुआ। അവനപ്പോ എന്തോ എടുക്കുകയായിരുന്നു? तभी अब्राहम क्या कर रहा था? അവൻ മമ്രയുടെ തോപ്പിൽ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. वो ममरे के उस तोप के सामने बैठा हुआ था, तंबू के सामने। കൂടാരവാതിൽ എന്ന് പറഞ്ഞ പ്രാർത്ഥനാ മുറി എന്നർത്ഥം. और प्रार्थना घर के दरवाजे पे वो बैठा हुआ था। ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്ന വാതിക്കൽ ഇരിക്കുമ്പോൾ ദൈവം ദേ വരുന്നു. प्रार्थना करके जब बाहर आके दरवाजे पे बैठा तो देखा परमेश्वर खुद आ गया। അവൻ 25 വർഷം കാത്തിരുന്ന മറുപടിയുമായി തമ്പുരാൻ ഇറങ്ങി വരികയാണ്. 25 साल तक जिस विषय के लिए वो प्रार्थना का जवाब का इंतजार कर रहा था, उस जवाब के साथ परमेश्वर आया। അതുകൊണ്ട് നിങ്ങളുടെ വിഷയമൊന്നും 25 വർഷം താമസിക്കാൻ സാധ്യതയില്ല. इसका मतलब ये नहीं कि आपके विषय में भी 25 साल की देरी आएगी। അബ്രഹാം 25 വർഷം കാത്തിരുന്നതിന്റെ കാരണം അവന്റെ അകത്തൊരു രാജ്യം രൂപപ്പെടുകയായിരുന്നു. परमेश्वर मूसा अब्राहम 25 साल इसलिए इंतजार करना पड़ा क्योंकि परमेश्वर उसके अंदर एक राज्य को तैयार कर रहा था। അവൻ അത്രയും കാത്തിരുന്നോണ്ട് അവന്റെ വിടുതൽ ഒത്തിരി വലുതായിരുന്നു. उसने इतना इंतजार किया, इसलिए उसका छुटकारा उतना ही बड़ा था। ഇന്നും ഇസ്രായേലാണ് ലോകം ഭരിക്കുന്നത്. आज भी इजराइल इस दुनिया को चलाता है കാരണം ദൈവം അവന്റെ കൂടെയുണ്ട്. क्योंकि परमेश्वर उनके साथ है। ഹല്ലേലൂയ. हालेलुया। കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നൊരു വാക്ക് ഞാൻ വായിച്ചപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. ഇസ്രായേലിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന അമേരിക്ക. पिछले दिनों में मलयालम न्यूज़पेपर में ऐसा एक खबर आया था, उसमें लिखा हुआ टाइटल ऐसा था कि इजराइल के अमेरिका को इजराइल अपने इशारों में नचा रहा है। ആമേൻ. ഇസ്രായേൽ അവനെ വരച്ച വരെ നിർത്തും അമേരിക്കയെ. और इजराइल अमेरिका को अपने हिसाब से अपने तरीके में चलाता है और खड़ा करता है। അതിന് കാരണം ഒത്തിരി കാര്യമുണ്ട്. ടെക്നോളജിപരമായ കാരണങ്ങളാണ്. പക്ഷേ ദൈവം തീരുമാനിച്ചതാ എന്റെ ജനത്തെ ഞാൻ ഉയർത്തുവന്നു. लेकिन परमेश्वर ने निर्णय लिया था कि मैं अपने जन को ऊंचा करूंगा। ഞാൻ ചോദിച്ചോട്ടെ, അന്ന് അബ്രഹാം 25 വർഷം കാത്തിരുന്നില്ലായിരുന്നു ഇസഹാക്ക് ജനിക്കുമായിരുന്നു? अगर अब्राहम 25 साल इंतजार नहीं करता तो क्या इसहाक का जन्म होता? ജനിക്കുമായിരുന്നോ? क्या उसका जन्म होता? നിങ്ങളുടെ ഉള്ളിൽ ചില ഇസഹാക്കുമാരെ പുറത്തു കൊണ്ടുവരാനായി വേദനയെല്ലാം സഹിക്കുന്നേ. और आपके अंदर भी प्रभु ने दर्द इसलिए आने दिया क्योंकि इसहाक को जन्म देना है। ഇത് മനസ്സിലാക്കാൻ നമ്മളിരുന്ന് പറയോ എന്റെ ജീവിതം നശിച്ച ജീവിതം. और अगर ये ना समझते हम अगर ये बोलते बैठेंगे कि मेरी जिंदगी तो बर्बाद हो गई, ഞാൻ ഇങ്ങനെ അങ്ങ് ജനിച്ചു പോയല്ലേ കർത്താവേ. हे प्रभु मेरा ऐसे इस दुनिया में ഈ जन्म पता नहीं വേദനയെല്ലാം क्यों हो സഹിക്കാൻ गया। ഞാൻ ഇങ്ങനെ അങ്ങ് ജനിച്ചല്ലോ. ये दर्द सहन करने के लिए मैंने इस दुनिया में जन्म क्यों लिया? വല്ല വിധേന അങ്ങ് പോയാ മതിയാ. कैसे भी करके मर के यहाँ से चले जाना है। പക്ഷെ കഷ്ടത മാറിയാ ദൈവം പറഞ്ഞ് പോരെന്ന് പറഞ്ഞാൽ നമ്മളോട്ട് റെഡിയല്ല.
लेकिन अगर हमारे जिंदगी का दुख सब खत्म होता है, सब अच्छा है, और प्रभु आके बोलते चल आ जा, तो हम जाने के लिए तैयार नहीं होंगे। ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ हालेलुया। ദൈവം നമ്മളെ സന്ദർശിക്കും. परमेश्वर का हमारे साथ मुलाकात होगा। നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഈ സഭയെ ദൈവം സന്ദർശിക്കും? आप में से कितने लोग ये विश्वास करते हैं इस कलीसिया के साथ परमेश्वर का मुलाकात होगा? നിങ്ങളുടെ പ്രയത്നത്തിന് ഒരു മറുപടി ഉണ്ടാകും. आपके सारे कोशिशों का एक जवाब है। നിങ്ങൾ എവിടെയൊക്കെ ട്രാക്ട് ഇട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു പ്രവൃത്തി आपने നടക്കും. जहाँ जहाँ पत्रिकाएं बांटे वहाँ पे प्रभु का काम शुरुआत हो चुका है। ഇന്ത്യയിൽ ഉണർവഹിക്കുന്ന ഒരു സമയമുണ്ട്. और भारत देश के लिए खड़ा होने का एक वक्त है। അപ്പോൾ ഈ സഭയ്ക്ക് ഒരു കൊയ്ത്തുണ്ട്. ये कलीसिया के लिए भी एक वक्त रखा है प्रभु ने। പ്രവർത്തിക്കുന്ന സഭയ്ക്ക് ഒരു കൊയ്ത്തുണ്ട്. काम करने वाले कलीसिया के लिए परमेश्वर ने एक वक्त रखा है। ഇവിടുന്ന് അനേക വേലക്കാരെ എഴുന്നേൽപ്പിക്കും. यहाँ से कहीं प्रभु की सेवकाई करने वाले लोगों को प्रभु खड़ा करेगा। ഇന്ത്യയുടെ 4 സൈഡിലും ദൈവം വേലസ്ഥലങ്ങൾ നൽകും. और भारत देश के चारों कोनों में लोगों को यहाँ से लेके जाएगा। അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കാതെ പ്രാർത്ഥനയോടെ കാത്തിരിക്കട്ടെ. ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെട്ടു വരും. इसलिए प्रार्थना को कम न करते हुए परमेश्वर के साथ की मुलाकात का इंतजार करें। ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ. हालेलुया। ഇന്ന് പകൽ നിങ്ങളോട് തന്നെ പറയട്ടെ, ദൈവം എന്നെ സന്ദർശിക്കും. आप अपने आप को खुद को बोलो कि परमेश्वर मेरे साथ मुलाकात करेगा। ദൈവം എന്നെ സന്ദർശിക്കും. परमेश्वर मेरे साथ मुलाकात എന്റെ ഇടത്തു करेगा। വലത്തിരിക്കുന്നവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം എന്നെ സന്ദർശിക്കും. मेरे आजू बाजू बैठे हुए लोगों के बारे में मुझे पता नहीं, लेकिन मेरा परमेश्वर मेरे साथ एक मुलाकात करेगा। നീ മതി കരഞ്ഞു എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. तूने सोचा हुआ एक वक्त खत्म हो चुका है, ऐसा वह सोचा हुआ हालत है। ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ സകല ജഡത്തിന്റെയും ദൈവമാണ്. वो सारी दुनिया का परमेश्वर है। അവൻ എല്ലാരെയും സ്നേഹിക്കുന്നു. वो सबसे प्यार करता है। അവൻ ആരെയും കൈവിടുന്നില്ല. वो किसी को भी छोड़ता नहीं है। അവൻ ആരെയും ഉപേക്ഷിച്ചു കളയും. वो किसी को त्यागता नहीं है। രാമാനാരാമ ഹസ്തനാജകൽഖന. ഇന്ന് പകൽക്കാലം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കണ്ണുകളുണ്ട്. आज इस दिन के वक्त में तुझे देखने वाले 2 आंखें हैं। ഹല്ലേലൂയ. हालेलुया। ഞാനിത് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്ന പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ താമസിക്കുകയും നമ്മൾ ഉദ്ദേശിക്കാത്ത പാതയിലൂടെ നടക്കുകയും ചെയ്യേണ്ടി വരുമ്പോ നിങ്ങൾ അറിയുക, ദൈവം നിങ്ങളെ കൈവിട്ടതല്ല, അവൻ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. जब जिंदगी में गंभीर परिस्थितियां आते आपको लगता होगा कि परमेश्वर ने आपको छोड़ दिया, लेकिन ऐसा नहीं है। वो हमें त्यागने वाला परमेश्वर नहीं है। ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ പരമാർത്ഥമായി ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നേക്കാം, പക്ഷേ ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വിടുവിക്കും. अगर आप परमेश्वर के बुलाए हुए जन हो तो आपकी जिंदगी में कितनी भी गंभीर परिस्थितियां क्यों ना आए, प्रभु उन सब से आपको छुड़ाएगा। ഹല്ലേലൂയ. ഈ പുസ്തകത്തിൽ നോക്കിയോ, എല്ലാം ദൈവത്തിന്റെ സമയത്താ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത്. अगर बाइबल हम पढ़ेंगे तो हमें पता चलेगा कि परमेश्वर ने जो भी काम किया वो उसके वक्त में किया है, उसके अनुसार किया है। അക്കരയ്ക്ക് പോയ ശിഷ്യന്മാരെ ദൈവം 4-ാം യാമത്തിൽ നടന്ന് അവരുടെ അടുക്കലെത്തി. नदी के उस किनारे गए हुए चेलों के पास चौथे रात की चौथे पहर में प्रभु उनके साथ मुलाकात करता है। പക്ഷെ ഗദരദേശത്തേക്ക് പോയ ആ യേശുവും കൂട്ടരും യേശു അമരത്ത് തല വെച്ച് ഉറങ്ങി. അവർ ഉണർത്തുന്നിടം വരെ അവൻ ഉറങ്ങി. लेकिन हम जब देखते हैं कि यीशु चेलों के साथ होड़ी में जा रहा था, जहाज में जा रहा था, तब वहां पे वो सो रहा था और चेले आकर उसको उठाते हैं। ഈ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? हम इन बातों को जब हम पढ़ते हैं तो हम ये सोचते हैं कि प्रभु देर क्यों करता है। ആമേൻ. ഇവരെ യേശുവിനെ ഉണർത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? प्रभु यीशु मसीह को चेलों को क्यों उठाना पड़ा? ഞാൻ ചോദിച്ചോട്ടെ, ആ ബോട്ട് മുങ്ങുമോ? जिस जहाज में यीशु था चेलों के साथ, क्या वो जहाज डूबेगा? ഇവര് പറയുന്നത് ഞങ്ങൾ നശിച്ചു പോകും നാഥ എന്നാ ഇവര് പറയുന്നു. चेलों ने जाकर यीशु को बोला कि हम सब डूब के मरने वाले हैं अभी। തിരിച്ചല്ലേ പറയണ്ട, നീ ഇങ്ങനെ കിടന്നുറങ്ങിയാ നീ നശിച്ചു പോകുന്നല്ലേ പറയണ്ടേ? चेलों को ऐसा बोलना चाहिए था यीशु को कि तू यीशु तू सोया हुआ है, तू डूब के मर जाएगा। ഹല്ലേലൂയ. പക്ഷെ അവര് യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നശിച്ചു പോകും കർത്താവ്. लेकिन चेले यीशु के बारे में नहीं सोचते। चेले बोलते हम डूब के मर जाएंगे। ഞാൻ ചോദിച്ചോട്ടെ, ഈ ബോട്ട് മുങ്ങുമോ? क्या ये जहाज डूबेगा? ഈ ബോട്ട് മുങ്ങുമോ? क्या ये जहाज डूबेगा? അത് ചിന്തിക്കാനുള്ള മനസ്സ് അന്നേരം അവർക്കില്ല. वो सोचने का मन उस वक्त में चेलों के पास नहीं था। സത്യത്തിൽ യേശു ഉറങ്ങുക, सच में यीशु वहां पे सो रहा है। ഇവനും കൂടെ ഞങ്ങൾ ചാകാൻ റെഡിയാ, കിടന്നങ്ങ് ഉറങ്ങിയാ പോലായിരുന്നു. ये चेलों को भी ऐसे बोलना चाहिए था, यीशु तो सो रहा है, हम भी उसके साथ सो जाते और साथ में मरते। നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അവരും ഉറങ്ങിയില്ല. हम भी नहीं सो सकते और वो चेले भी उस जहाज में नहीं सो पाए। അതാണ് നമ്മുടെ പ്രശ്നം. ऐसा है हमारी समस्या। പക്ഷെ പത്രോസ് പിന്നെ ഉറങ്ങി. लेकिन पतरस को हम देखते हैं वो फिर सो गया। അകത്തെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ
जब वो जेल के अंदर पड़ा हुआ था, യേശു പറഞ്ഞ വാക്കോർത്ത് यीशु ने बोला वह वचन को याद करके പത്രോസ് കിടന്നങ്ങ് ഉറങ്ങി. पतरस वहां पे सो गया. ദൂതൻ വന്ന് കുലുക്കി വിളിച്ചിട്ട് അവനോടൊന്ന്. स्वर्गदूत ने आके उसको हिला हिला के उसको नींद से उठाया. നമ്മൾ അവിടെ എത്തണം. हम वहां पे उस स्तर तक हमें पहुंचना है. എവിടെ ആ പ്രതിസന്ധിയുടെ നടുവിൽ കിടന്നുറങ്ങിയ പത്രോസിനെ പോലെ നമ്മൾ ആകണം. प्रतिकूल परिस्थिति में आराम की नींद से सोया हुआ उस पतरस के जैसे आपको और मुझको बनना है. പ്രശ്നങ്ങളുടെ നടുവിൽ കൂളായിട്ട് നിൽക്കണം. गंभीर परिस्थितियों के सामने कूल होकर हमें खड़े ദൈവം रहना है. ഇടപെടുന്ന ഒരു സമയമുണ്ട്. क्योंकि परमेश्वर वहां पे मुलाकात करने वाला ദൈവം एक वक्त ഇടപെടുന്ന ഒരു है. സമയമുണ്ട്. परमेश्वर उतर के आने वाला एक ദൈവം वक्त ഇടപെടുന്ന है. ഒരു സമയമുണ്ട്. परमेश्वर उतर के आने वाला एक वक्त है. ദൈവം നിങ്ങളെ സന്ദർശിക്കും. परमेश्वर का आपके साथ मुलाकात ദൈവം होगा. കുടുംബങ്ങളെ സന്ദർശിക്കും. परमेश्वर परिवारों के साथ मुलाकात ദൈവം करता है. സുവിശേഷകന്മാരെ സന്ദർശിക്കും. और परमेश्वर सुसमाचार प्रचारकों के साथ ദൈവം मुलाकात करता പട്ടണത്തെ है. സന്ദർശിക്കും. परमेश्वर इस शहर के साथ मुलाकात करता है. ദൈവം മഹാരാഷ്ട്രയെ സന്ദർശിക്കും. परमेश्वर महाराष्ट्र में मुलाकात करेगा. നിങ്ങൾ വിശ്വസിക്കുന്നോ ദൈവം ഇന്ത്യയെ സന്ദർശിക്കും? क्या आप विश्वास करते हैं कि परमेश्वर भारत देश के बारे में सोचता है? അനേകര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവം ഈ രാജ്യത്തെ സന്ദർശിക്കും നിശ്ചയം. पूरे दुनिया में कई लोग इस भारत देश के लिए प्रार्थना कर रहे हैं. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ ദൈവം എന്നെ സന്ദർശിക്കും. आप लोग ऐसे पीछे बोलना, प्रभु यीशु मेरे साथ एक मुलाकात करेगा. ആമേൻ. ആമേൻ ഹല്ലേലൂയ. അടുത്ത കാര്യം അതിന്റെ സ്തോത്രം. യഹോവ അവർക്ക് മുമ്പ് 21-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി യഹോവ അവർക്ക് മുമ്പായി നടന്നു. उसके 21वें वचन में लिखा है कि दिन के वक्त में मेघ का खंभा और रात को उजियाला बना और परमेश्वर उनके आगे आगे चला. ദൈവം അവർക്ക് മുമ്പായി നടന്നതുകൊണ്ട് അവർ വാഗ്ദത്തനാട്ടിൽ എത്തിയത്. परमेश्वर उनके आगे आगे चला, इसलिए वो कनान देश पहुंच पाए. നമ്മുടെ കൂടെ കർത്താവുണ്ടോ? क्या हमारे साथ परमेश्वर है? കർത്താവുണ്ടോ? क्या परमेश्वर है? പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വചനം? ऐसा वचन परमेश्वर ने बोला है അങ്ങനെ ഒരു क्या? വചനം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ऐसा एक वचन कहीं पे भी बाइबल में प्रभु ने बोला है क्या? ഏത് വചനമാ അവിടെ പറഞ്ഞിട്ടുള്ളേ? ऐसा कौन सा ये वचन कहाँ पे बोला गया? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാനം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും, സൺഡേ മാത്രമെന്നല്ല എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. मत्ती का 28 के आखिर के वचन में प्रभु यीशु बोलता है कि मैं तुम्हारे साथ दुनिया के अंत तक हमेशा तुम्हारे साथ रहूंगा करके वहां पे बोला गया है. കൊലോസ്യലേഖനത്തിൽ പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. और कोलोसियों में कहा गया महिमा से भरा हुआ वो प्रभु यीशु आपके अंदर वास करता है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ കാണാൻ വന്നവരല്ല. तो आप लोग यीशु को मिलने आए हुए लोग नहीं നിങ്ങൾ हैं. വന്നപ്പോൾ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. आप लोग यहाँ पे इसलिए आए क्योंकि प्रभु आपके साथ है. പോകുമ്പോഴും കർത്താവ് കൂടെ ഉണ്ടാവും. जब आप चलते हैं, आप वापस जाओगे अपने घरों में, तब भी यीशु आपके साथ है. നിങ്ങൾ പോകുന്നിടത്തെല്ലാം आप കർത്താവ്. जहाँ जहाँ जाओगे वहाँ पे प्रभु यीशु आपके साथ होगा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ ഇങ്ങനെ വഴിയെ പോകുമെന്ന് വെച്ചോ. आप सोच के देखो, आप बच्चों का हाथ पकड़ के आप रास्ते में चल रहे हो, ഒരു പട്ടി കടിക്കാൻ വരികയാണെങ്കിൽ एक कुत्ता अगर काटने के लिए आ रहा है, കുഞ്ഞുങ്ങൾ എന്തോ ചെയ്യും? बच्चे क्या करेंगे? ഉടനെ അപ്പന്റെ പുറകിലോട്ട് മാറി നിൽക്കും. वो अपने पिताजी के पीछे जाकर छुप അപ്പൻ जाएगा ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കും. और पिता एकदम छाती तान के खड़ा हो जाएगा. ചില അപ്പന്മാർക്ക് ധൈര്യമില്ല, പോട്ടെ. कुछ पिताजी लोग को वो भी हिम्मत नहीं है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. പ്രൈസ് ഗോഡ്. प्रेज द लॉर्ड. അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ജീവിക്കണം കേട്ടോ. इसलिए हिम्मत के साथ हम सबको जीना है. ഹല്ലേലൂയ. आमेन. ഈ കുഞ്ഞിന്റെ മനോഭാവം എന്താ? ये बच्चे के अंदर का सोच क्या है? ഓ എന്റെ ഡാഡ് നോക്കിക്കോളും, मेरा पिताजी देख लेगा, എന്റെ അപ്പൻ നോക്കിക്കോളും. मेरा पिताजी देख लेगा. ഇതുപോലെ നമ്മൾ ജീവിതയാത്രയിൽ ഈ ഒരു ചിന്ത വേണം, എന്റെ അപ്പൻ നോക്കിക്കോളും. इसी तरह से हमारे जिंदगी में भी मेरा परमेश्वर, मेरा पिता देख लेगा. എന്റെ പ്രശ്നത്തെ എന്റെ അപ്പൻ നോക്കിക്കോളും. मेरा समस्याओं को मेरा पिता देख लेगा. അതുകൊണ്ട് ആ ചന്ദ്രക്ക് മേശക അബേദ്നെഗോ പറഞ്ഞത് ഞങ്ങളെ ഇതുവരെ ദൈവം വിടുവിച്ചു. इसलिए शद्रक मेशक अबेदनगो ने बोला, आज तक प्रभु ने मुझे हम सबको छुड़ाया. ഇനി വിടുവിച്ചില്ലേലും ഇപ്പൊ വിടുവിച്ചില്ലേലും കുഴപ്പമൊന്നും. अगर अभी वो नहीं छुड़ाएगा तो भी कोई बात नहीं. ദൈവം നാലാമനായിട്ട് അവിടെ ഇറങ്ങി കേട്ടോ. प्रभु वहाँ पे चौथा रूप में वहाँ पे प्रकट हुआ. നമ്മുടെ മുമ്പിൽ ദൈവം ഉണ്ട്, हमारे सामने प्रभु है, നമ്മുടെ കൂടെ ദൈവം ഉണ്ട്. हमारे साथ प्रभु है, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. परमेश्वर हमारे साथ है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया.
അതുകൊണ്ടാണ് നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്നേ. वो हमारे साथ है इसलिए आज आप कुर्सी पर बैठे हो. അല്ലെങ്കിൽ എന്നെ പിശാച് നിങ്ങളെ ചതച്ചു കളഞ്ഞേനെ. ऐसा नहीं होता तो शैतान कब का तुम्हें खत्म कर दिया होता. പലരും ലോകത്തിൽ നിന്ന് പോകേണ്ടതാ. आप में से कई लोग इस दुनिया में से പക്ഷേ चले നിങ്ങൾ जाना ഇവിടെ चाहिए. ഇരിക്കുന്നതിന്റെ കാരണം അവൻ നിനക്ക് മുമ്പായി നടക്കുന്നത് लेकिन കൊണ്ട്. अगर आप आज यहाँ पर बैठे हो क्योंकि आपके आगे आगे वो चल रहा है. ഹല്ലേലൂയ. हालेलुया. അവൻ നമ്മുടെ കൂടെയുണ്ട്. वो हमारे साथ है. സന്തോഷമായോ നിങ്ങൾക്ക്? क्या आप लोग खुश हो? ആ കരങ്ങളെ തട്ടി ദൈവത്തിന് ताली മഹത്വം बजाकर കൊടുത്താട്ടെ. परमेश्वर को महिमा दो. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന്റെ ഒരു മറു സൈഡ് ഉണ്ട് കേട്ടോ. इसका एक दूसरा साइड भी है. നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴാണല്ലോ നമ്മുടെ തനി സ്വഭാവം വെളിപ്പെടുന്നത്. हम मार्केट में जब जाते हैं सामान खरीदने के लिए तभी हमारा असली रूप प्रकट होता है. ഓട്ടോക്കാരൻ പൈസ കൂടുതൽ ചോദിക്കുമ്പോൾ, अगर ऑटो वाला ने थोड़ा सा पैसा ज्यादा मांग लिया, അയൽവക്കക്കാർ വേസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് ഇടുമ്പോ, अगर पड़ोसी ने कचरा थोड़ा हमारे आंगन में डाल दिया, ഹല്ലേലൂയ. हालेलुया. കൂട്ടുകാർ ഭാര വെക്കുമ്പോ, जब अपने दोस्त हमें धोखा देते हैं അല്ല വീട്ടിൽ ഭാര്യയും ഭർത്താവിന് വഴക്കുണ്ടാകുമ്പോ, या फिर घर में पति पत्नी के बीच में जब झगड़ा होता है, ഓർത്തോണം കർത്താവിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. तभी आपको ये बात का ध्यान रखना है कि ये सब परिस्थिति में परमेश्वर देख रहा है आपको. അപ്പൊ നമ്മൾ കർത്താവിനെ എടുത്ത് ഷെൽഫിൽ വെച്ച് പൂട്ടും. तभी हम प्रभु को उठा के शेल्फ के अंदर बंद करके रख देते हैं. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ഞാൻ തന്നെ പൊക്കോളാന്നാ പറയും. हम प्रभु को बोलते हैं, जब मैं मार्केट जाता हूँ प्रभु आप इधर ही बैठ जाओ मैं जाके आता हूँ. ഹല്ലേലൂയ. നമ്മൾ എവിടെ പോയാലും കർത്താവ് കൂടെ ഉണ്ട്. हम जहाँ जाएंगे प्रभु हमारे साथ रहेगा. അതും കൂടെ ജീവിതത്തിൽ ഓർമ്മ വേണം. ये हमेशा याद रखना जरूरी है. ഹല്ലേലൂയ. हालेलुया. നിന്റെ നടപ്പും കിടപ്പും ഇരിപ്പും എല്ലാം ശോധന ചെയ്ത് അറിയുന്ന ഒരു ദൈവം. तेरा चलना तेरा उठना तेरा बैठना सब कुछ परखने वाला एक परमेश्वर तेरे साथ है. പിന്നെ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. फिर परमेश्वर को एक स्वभाव है, നമ്മളെ പോലെ ആകും ദൈവം. वो हमारे जैसा बन जाता है. നമ്മുടെ കൂടെയുള്ള ദൈവം നമ്മളെ പോലെയുള്ളവരാണ്. हमारे साथ रहने वाला परमेश्वर हमारे जैसा बन जाता അത് है. ഞാൻ ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. मैं एक और बार बोलूंगा तो आपको समझ में आएगा. കാരണം നമുക്ക് ഇച്ചിരി വിളച്ചിലുള്ള ആളാണെങ്കിൽ अगर हमें थोड़ा शानपट्टी ज्यादा है तो ദൈവം വിളച്ചിലുള്ളവനായിട്ട് നമ്മുടെ तो അടുത്ത്. परमेश्वर भी ज्यादा शानपट्टी दिखाएगा. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ഒരാളെ കുഴി ചാടിക്കുമ്പോ हम किसी और को जब खड्डे में गिराते हैं ദൈവം നമ്മളെ വാരിക്കുഴി ചാടി. हमें परमेश्वर उससे भी बड़े खड्डे में गिराएगा. ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞ യാക്കോബ് അപ്പനെയും ചേട്ടനെയും കളിപ്പിച്ചു. बाइबल में हम देखते हैं कि याकूब ने उसके पिता और भाइयों को धोखा दिया ദൈവം അവനെ നാട്ടുകാരെ കൊണ്ടല്ല കളിപ്പിച്ചു. और परमेश्वर ने उसको पूरे गांव वालों के साथ धोखा दिया. ഹല്ലേലൂയ. हालेलुया. മനസ്സിലായല്ലോ? आपको समझ में आया? വിശുദ്ധന്മാരും വിശുദ്ധമതികൾക്കും മനസ്സിലായ. पवित्र लोग पवित्र परमेश्वर की बात को समझ रहे. ഹല്ലേലൂയ. हालेलुया. ചിലയിടത്തൊക്കെ നമ്മൾ മിണ്ടാതിരിക്കാൻ ശീലിക്കണം. कई बार हमें जिंदगी में चुप रहने को सीखना है. അവിടെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കും കേട്ടോ. वहां पे परमेश्वर तेरे लिए खड़ा होगा. കർത്താവ് നിനക്ക് വേണ്ടി പ്രതികരിക്കും. परमेश्वर तेरे लिए काम करेगा. കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കും. परमेश्वर तेरे लिए आर्गुमेंट करेगा നിങ്ങളത് കാണും കേട്ടോ. और तुम वो देखोगे. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് നിങ്ങൾ അറിയുക, ആമേൻ, ദൈവം എനിക്ക് മുമ്പായി നടക്കുന്നുണ്ട്. इसलिए आप ये जानना जरूरी है परमेश्वर आपके लिए आगे आगे चल रहा है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള ഒരു ജീവൻ നയിപ്പാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. इसलिए उसकी इच्छा के अनुसार एक जीने के लिए परमेश्वर आपको कृपा दे. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ നടന്നത് എങ്ങോട്ട് നോക്കിയാ നടന്നേ? पुराने नियम में इजरायली लोग किस दिशा की ओर या किसको देखकर आगे चल रहे थे? ഇസ്രായേൽ മക്കൾ എന്ത് നോക്കിയാ നടന്നേ? इजरायली लोग किसको देखकर चल रहे थे? എന്ത് നോക്കിയാ നടന്നേ? किसको देख के चल रहे थे? മേഘത്തെ നോക്കിയാ നടന്നേ. वो उस दिन में बादल जो उन्हें दिखाई देता था उस बादल की ओर അവര് चल रहे थे. ഉണർന്നാ മുഴുവൻ ഈ മേഘത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. और जब भी वो नींद से उठते नहीं बादल ही दिखाई देता है. മേഘം മൂവ് ചെയ്യുമ്പോ അവര് മൂവ് ചെയ്യും. जब बादल आगे बढ़ता है ये भी चलना शुरू करते हैं. ഹല്ലേലൂയ. हालेलुया. ഈ മേഘം എല്ലാ ദിവസവും ഒരേപോലാണോ നീങ്ങുന്നേ? ये बादल हर दिन एक ही जैसा चलता है क्या? നമുക്കിവിടെ അറിയാം, ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ സൺഡേ മിക്കതും ഓഫാണെന്ന് നമുക്കറിയാം. हम जानते हैं यहाँ का मुंबई का लोकल ट्रेन संडे के दिन में बंद होता है. ഇതുപോലെ ഈ മേഘം ചൊവ്വാഴ്ച വൈകിട്ടും ബുധനാഴ്ച രാവിലെയും പോകത്തില്ലെന്നുള്ളത് അല്ല, വെള്ളിയാഴ്ച ഇത് മൂവ് ചെയ്യത്തുള്ളതെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ല, ഇത് എപ്പോഴാ മൂവ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ये बादल मंगलवार को बंद रहेगा गुरुवार को चालू होएगा ऐसा नहीं. इनको पता ही नहीं था कि बादल कब रुकेगा बादल कब चलेगा. ചില ദിവസം ആമേൻ ഇച്ചിരി ദൂരം പോയിട്ട് അവിടെ നിൽക്കും, ചിലപ്പോൾ മാസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആമേൻ ഒരു കൃത്യതയില്ല. ये बादल कई बार बहुत दूर तक चलते रहेगा या कई बार वो रुक जाएगा. इनको पता नहीं चलता था बादल कब चलेगा कब रुकेगा. അബ്രഹാമിനോട് ദൈവം പോകേണ്ട സ്ഥലം പറഞ്ഞില്ല, പറഞ്ഞോ? अब्राहम को क्या परमेश्वर ने जाने वाला जगह बताया? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചോദിക്കണം, കർത്താവേ എങ്ങോട്ടാ, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ, എങ്ങോട്ടാ ഞാൻ നടക്കണ്ടേ?
अब्राहम सुबह उठ के प्रार्थना करता है, परमेश्वर से पूछते हैं हमें दाई जाना है बाई जाना है, ऐसे पूछते रहता है। ഹല്ലേലൂയ. हालेलुया। നമ്മളതുപോലെ നടക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ऐसे ही चलना प्रभु आपके बारे में हमारे बारे में आग्रह करता है। ദൈവം എന്തിനാ ഇങ്ങനെ നടത്തുന്നേ? परमेश्वर ऐसा हमें क्यों चलाता है? എന്തിനാ ദൈവം ഇങ്ങനെ നടത്തുന്നേ? ऐसा परमेश्वर हमें क्यों चलाता है? ദൈവത്തിന് നമ്മളെ വഴി കാണിക്കണം. परमेश्वर उसका रास्ता हमें दिखाना चाहता है। ഇവിടെ പറയുന്നു യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. എന്തിനു വേണ്ടി? വഴി കാണിക്കാൻ വേണ്ടി. परमेश्वर उनके आगे आगे इसलिए चल रहा था ताकि उनको रास्ता दिखा सके। ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കും ദൈവത്തിന് വേറെ ജോലിയൊന്നുമില്ല, നമുക്കങ്ങ് നടന്നാ പോലെ. हम ऐसा पूछ सकते हैं परमेश्वर को और कोई काम नहीं है क्या? हम ऐसे ही चल सकते हैं ना आगे आगे? നമ്മൾ തന്നെ നടന്നതിന്റെ കുഴപ്പമാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. हम अपने आप अपनी मर्जी के अनुसार चल रहे थे, उसी का अंजाम हम भुगत चुके हैं। നമ്മൾ വലിയ പടുകുഴിയിലൊക്കെ വീണിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുക, അയ്യോ വിടുവിക്കോ, വായോ ഓടി വായോ. हम अपनी मर्जी से चल चल कर जाके बड़े बड़े खड्डे में जाके गिरे और फिर वहीं पे बैठ के हम रोते रहते हैं। അപ്പൊ ദൈവം ചോദിക്കരുടാ, നിന്നെ ഞാൻ ഒരു പ്രാവശ്യം നാശകരമായ കുഴിയിൽ നിന്ന് കയറ്റിയല്ല, പിന്നെ നിന്നോട് ആര് പറഞ്ഞതിനകത്ത് ചാടാൻ? तो प्रभु ये बोलते हैं कि एक बार मैंने तुझे उस खड्डे में से निकाल कर बाहर लाया था ना, फिर से तू उस खड्डे में क्यों गया? പിന്നെ ദൈവത്തിനൊരു സ്വഭാവം, ദൈവം നമ്മളെ വിട്ടു പോകത്തില്ല. लेकिन परमेश्वर का एक अच्छी खासियत ये है कि वो हमें छोड़कर कभी नहीं അവന് जाते। നമ്മളെ കൂടാതെ ഒരു ജീവിതമില്ല. वो परमेश्वर को हमारे बिना एक जिंदगी नहीं है। ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന് എന്ത് സ്നേഹമാണെന്നറിയോ നമ്മളോട്? परमेश्वर हमसे कितना प्यार करता है, आपको पता है? ആമേൻ. നമ്മളെ ഈ ലോകത്തിലുള്ളവര് ചക്കരയെ മുത്തേന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ അവരെ പൊടി പോലും കാണത്തില്ല. हमें प्यारे प्यारे शब्दों से इस दुनिया के लोग बुलाते हैं, പക്ഷെ लेकिन बाद में वो गायब हो जाते हैं। ദൈവത്തിന് നിന്നെ കൂടാതെ ചലിക്കാൻ പറ്റത്തില്ല. लेकिन परमेश्वर को आपके बिना कुछ भी काम नहीं वो कर सकता ദൈവത്തിന് है। നിന്നെ കൂടാതെ ചലിക്കാൻ പറ്റത്തില്ല. परमेश्वर आपके बिना कुछ काम नहीं कर അവൻ सकता है। എന്തെങ്കിലും ചെയ്ത നമ്മളിലൂടെ ചെയ്യുന്നുള്ളൂ. अगर परमेश्वर को कुछ भी काम करना है तो हमारे द्वारा ही वो करता है। ഹല്ലേലൂയ. हालेलुया। അവൻ നമ്മളെ വഴി നടത്തുന്നത് എന്തിനെന്നറിയാം? മുമ്പിലുള്ള അപകടങ്ങൾ ദൈവത്തിന് മാത്രമേ അഴിയത്തുള്ളൂ. परमेश्वर हमारे आगे आगे क्यों चलता है, आपको पता है? क्योंकि आगे आने वाला खतरा केवल वही जानता है। ചിലതൊക്കെ നമ്മളോട് നോ എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. कुछ कुछ बातें परमेश्वर जवाब में हमें नो इसलिए देता है क्योंकि उसमें हमारी आशीष छुपी हुई है। നീ അത് ഉപേക്ഷിക്കുന്നു പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. हमें उस कुछ कुछ बातों को त्यागने इसलिए परमेश्वर बोलता है क्योंकि वो हमारी भलाई के लिए है। ഹല്ലേലൂയ. आमेन। ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മളെ വഴി നടത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. परमेश्वर हमारा राह बनकर आगे चलता है, रास्ता दिखाता है, वही हमारे जिंदगी का सबसे बड़ा सौभाग्य है। ഒന്നുമല്ല, നമുക്ക് ധൈര്യത്തോടെ പറയാമല്ലോ, ദൈവമേ നീയാണ് എന്നെ വിളിച്ചത്, നീയാണ് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നമുക്ക് ധൈര്യത്തോടെ ചോദിക്കാമല്ലോ. हम कम से कम प्रभु की राह में अगर चलते हैं तो अगर कुछ गड़बड़ हो भी जाता है तो हम हालेलुया। परमेश्वर से पूछ सकते हैं कि आप हमें चला रहे थे, फिर ये गड़बड़ क्यों हुआ? അതുകൊണ്ട് ദൈവം നമ്മളെ വഴി നടത്തട്ടെ. इसलिए परमेश्वर हमें आगे बढ़ाए और चलाए। അടുത്തായിട്ട് ഞാൻ പങ്കുവെച്ചത് അവൻ നമ്മളെ വഴി നടത്തും. और फिर दूसरी बात हमने देखा कि वो हमारे रास्ते में आगे आगे हमें चलाकर ले चलता है। എന്റെ സമയം തീർന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇരിക്കാം. मैं एक और बात बोलकर बैठना चाहता हूँ। 18ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. और उसके 18वें वचन में ऐसे लिखा है, परमेश्वर उनको चक्कर खिलाकर लाल समुद्र के जंगल के मार्ग में ले चला और इजरायली पांति बांधे हुए मिस्र से निकल गए। യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. और युद्ध करने के लिए वो लोग निकल पड़े। ഹല്ലേലൂയ. हालेलुया। ഏറ്റവും അവസാനത്തതും പ്രധാനപ്പെട്ടതുമായ കാര്യം യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. और सबसे महत्वपूर्ण और आखिर बात यह है युद्ध के लिए निकल पड़ना। ദൈവമക്കളെ, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഇസ്രായേൽ മക്കളെ യുദ്ധമുഖത്ത് ദൈവം നിർത്തി. हम पुराने नियम और नए नियम में हम देखते हैं कि इजरायली लोगों को परमेश्वर युद्ध के अलग अलग परिस्थितियों में से लेके चला। ആമേൻ. ഈ പുതിയ നിയമത്തിൽ വചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന പലതും ദൈവം നമ്മൾ ചെയ്യാൻ നോക്കിയിരിക്കുക. और नए नियम में हम देखते हैं कि परमेश्वर कुछ कुछ बातों का इंतजार कर रहा है कि हम वो बातों को करें। ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. परमेश्वर ने हमको अधिकार दिया है। പഴയ നിയമത്തിൽ ഇല്ലാത്തൊരു അധികാരം പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തരുന്നുണ്ട്. पुराने नियम में नहीं दिया हुआ ऐसा अधिकार परमेश्वर ने नए नियम में आके हमको दिया हुआ है। ഇടിക്കാനും പൊളിക്കാനുമുള്ള അധികാരം ദൈവം നിനക്ക് തരുന്നുണ്ട്. और सब कुछ सत्यानाश करने के लिए, नाश करने का एक अधिकार हमें दिया हुआ है। വീണ്ടെടുക്കാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. और छुटकारा पाने का एक अधिकार भी हमें दिया हुआ है। കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. वचन प्रभु ने बोला कि जो कुछ तुम यहाँ पर बांधोगे वो स्वर्ग में भी बांधा നിങ്ങൾ जाएगा, ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗ്ഗത്തിലും അഴിഞ്ഞിരിക്കും. और जो धरती पे खोलोगे वो स्वर्ग में भी खोला जाएगा। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് നമ്മൾ ചിലതിനോട് യുദ്ധം ചെയ്യണം. इसीलिए कुछ बातों के खिलाफ आपको और मुझे युद्ध करना है। നാം ചലിക്കുമ്പോൾ ദൈവം ചലിക്കുകയാണ്. हम जब काम करते हैं तो परमेश्वर काम करना शुरू करता है। തകർച്ചകളെ നോക്കി നമ്മൾ പറയണം. और हमारे जिंदगी के हार को देखकर हमें बोलना है। ആമേൻ. ഹല്ലേലൂയ.
ആമേൻ. പിന്നെ നമ്മളൊക്കെ പറയുന്നുണ്ട്, എല്ലാരും പറയുന്നുണ്ട്. हम सब अक्सर बोलते हैं ഈ പണ്ട് ഈ പിള്ളേര് ഈ ചെടി കൊണ്ട് നട്ടിട്ട് ചെയ്യുന്ന പോലെ നമ്മൾ പല കാര്യങ്ങളും. बच्चे जैसे झाड़ लगाते हैं ना, वैसे ही कई बार हम भी करते हैं. ഒരു ദിവസം കഴിഞ്ഞ് നോക്കൂ ഇതിന് വേര് വല്ലതും വന്നോന്ന്. झाड़ लगाने के बाद बच्चा हर दिन जाके देखता है उसमें जड़ आया कि नहीं, आया कि नहीं, आया कि नहीं. പിറ്റേ ദിവസം നോക്കും വേര് വന്നോ. दूसरे दिन भी जाके देखते हैं झाड़ जड़ पकड़ा है कि नहीं. മൂന്നാം ദിവസം നോക്കും വേര് വന്നു. तीसरे दिन भी जाके देखते हैं झाड़ ने जड़ पकड़ा कि नहीं. പിന്നെ അതെടുത്ത് ഏറ് വെച്ച് കൊടുക്കും. और फिर चौथे दिन वो झाड़ उठा के फेंक देगा. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കിയാൽ വേര് വരുമോ? अगर वो बीच बीच में झाड़ को उखाड़ कर अगर देखेगा, നീ उसमें ക്ഷമയോടെ കാത്തിരിക്കണം. हमें पूरे धीरज के साथ इंतजार करना है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രതിസന്ധി ഒരു നോട്ടം നോക്കും. हम प्रार्थना करना है और हमारे सामने आए हुए गंभीर परिस्थिति की ओर आंखें उठा के देखना है. ഒരു അനക്കവും ഇല്ല. वहां पे कुछ भी बदल नहीं रहा है. അപ്പൊ നമ്മൾ പറയും അല്ലേലും എനിക്കറിയാം അനങ്ങത്തില്ല. तो हम बोलते हैं कि हाँ, कितना भी प्रार्थना किया तो भी वो हिलने वाला नहीं है. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കും. फिर हम एक और बार प्रार्थना करके ഒന്ന് देखते हैं, ശാസിച്ചു നോക്കും. उसको जोर से डांट के देखते हैं. നീ ഇങ്ങനെ നോക്കുന്ന ആളാണ് ദൈവം ഒട്ടും അനക്കത്തുമില്ല. अगर तुम बार बार ऐसे अपनी परिस्थिति को देख के बैठने वाले हैं तो परमेश्वर वो बदलेगा ही नहीं. നമ്മുടെ വിഷയത്തിന് ഒരു അനക്കവും ഇല്ല. हमारे विषय में कोई बदलाव नहीं. നമ്മൾ പുസ്തകം മടക്കും. हम धीरे धीरे बाइबल बंद कर देते हैं. പിന്നെ ഈ ഇങ്ങനെ തളർന്നു വന്നൊരു ഇരിപ്പുണ്ട് സഭയ്ക്ക്. फिर हम एकदम दुखी होकर टूटे हुए दिल, टूटा हुआ मन के साथ हम कलीसिया में आके बैठ जाते हैं. പാസ്റ്റർ സ്തുതിക്കാന്ന് പറയുമ്പോ पास्टर जब बोलेंगे हाथ उठा के आराधना करो, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. हालेलुया. ദൈവമക്കളെ, എപ്പോഴാണ് നിന്റെ സന്ദർശന സമയം എന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ അതുവരെ അതിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. आपका परमेश्वर के साथ का मुलाकात का वक्त है, आप कब है करके आप नहीं बोल सकते. इसलिए हमें हार नहीं मानना और आगे बढ़ते रहना है. ദൈവം നമ്മളെ യുദ്ധം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. परमेश्वर ने हमें युद्ध करने के लिए बुलाया है. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ഈ സ്തോത്രമൊക്കെ പറയുമ്പോൾ നല്ല പവർഫുൾ ആയിട്ട് പറയണം. जब हम परमेश्वर, ഹല്ലേലൂയ. ബൈബിളിൽ തന്നെ പവർഫുൾ പ്രയർ എന്നൊക്കെയാ പറയുന്നത്. പ്രൈസ് ഗോഡ്. बाइबल में भी शक्ति से भरा हुआ प्रार्थना के बारे में बोला है. അധികാരത്തോടെ പ്രാർത്ഥിക്കണം. अधिकार के साथ प्रार्थना करना, അധികാരത്തോടെ പറയണം. अधिकार के साथ बोलना, തലമുറയെ നോക്കി പറയണം. अपने अगले पीढ़ी को देखकर हमें बोलना है. അവർക്ക് പഠിക്കാൻ കഴിവില്ല, അവരെ നോക്കി പറയണം. अगर वो अच्छे से पढ़ाई नहीं कर सकते तो उनको देखकर हमें बोलना है. ഒരു വർഷത്തിനകത്ത് റിസൾട്ട് വരും. एक साल के अंदर जवाब दिखाई देगा. പിന്മാറ്റത്തിലുള്ളവരെ നോക്കി പറയണം. पीछे मुड़े हुए लोगों को देखकर अधिकार के साथ बोलना है. നമ്മൾക്ക് അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റത്തില്ല. हम उसको समझा के बदल नहीं कर सकते. ഒരാളെ ഉപദേശിച്ച് നേരെയാക്കാമായിരുന്നെങ്കിൽ നമുക്ക് ഈ ഇന്ത്യ എന്നേ പിടിക്കായിരുന്നു. अगर एक को हम लोग बोल बोल के अगर बदल सकते थे तो पूरे भारत देश को कब का बदल दिया होता. ഹല്ലേലൂയ. हालेलुया. ദൈവം ഇടപെട്ടാലേ കാര്യം जब നടക്കത്തുള്ളൂ. तक परमेश्वर नहीं उतरेगा वहाँ पे कुछ नहीं होगा. ദൈവം ഇടപെട്ടാലേ കാര്യം നടക്കത്തുള്ളൂ. परमेश्वर जब आएगा तभी बात होगा. അതുകൊണ്ട് യുദ്ധം ചെയ്യുക. इसलिए युद्ध करते रहना. ഹല്ലേലൂയ. हालेलुया. യുദ്ധം ചെയ്യുക. युद्ध करते रहना. ദാവീദ് പറഞ്ഞു, അധികാലത്ത് വെള്ളമില്ലാത്ത സമയത്ത് ഞാൻ ഉണങ്ങി വരേണ്ട ദേശത്ത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. दाऊद कहता है कि सूखे निर्जल धरती पे मैं प्रभु का इंतजार किया അവൻ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. और वो वहाँ पे मेरे लिए खड़ा होकर आ गया. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പൊരുതട്ടെ, ജയം നിങ്ങളോട് इन കൂടെയുണ്ട്. दिनों में आप आत्मा में तैयार हो जाओ, जय आपके साथ है. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം सब लोग നമുക്ക് अपनी आंखें പ്രാർത്ഥിക്കാം. बंद करेंगे, हम प्रार्थना ഈ करेंगे. ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഒന്ന് ബലപ്പെടുത്തട്ടെ. इन दिनों में परमेश्वर हमें बलवंत बनाए. ദൈവത്തിന്റെ വഴിയെ നടക്കാൻ ശീലിക്കട്ടെ. परमेश्वर की राह पे चलने के लिए हम एक आदत बने. ഈ ദൈവത്തിന്റെ കൂടെ നടക്കാൻ തയ്യാറാകട്ടെ. परमेश्वर की इच्छा हमारे अंदर पूरा होने के लिए तैयार हो जाए. ഹല്ലേലൂയ. അവൻ നിനക്ക് മുമ്പായി പോകുന്നുണ്ട്. वो आपके लिए आगे आगे चल रहा है. നീ തളരാതെ ക്ഷീണിക്കാതെ മുന്നോട്ട് പോ. तू हार नहीं मानना, आगे बढ़ते जाना. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരുതലുകൾ നീ കാണാൻ പോകുക. इन दिनों में तो परमेश्वर के बलवंत हाथों को देखने जा ദൈവത്തിന്റെ रहा है. അനുഗ്രഹം നീ പ്രാപിക്കാൻ പോകുക. परमेश्वर की ओर से बहुत आशीष पाने जा रहा है. ദൈവത്തിന്റെ കൃപ നീ കാണാൻ പോകുക. परमेश्वर की कृपा को तू देखने जा रहा है. എല്ലാ അധരങ്ങളും അല്പസമയം ചലിക്കട്ടെ. सब लोग अपनी ताली बजाकर परमेश्वर की പലപ്പോഴും आराधना करें. പിശാചിനെ വഞ്ചിച്ചു. कई बार शैतान ने आपको धोखा दिया. ഹസ്തന ജഗൽഘന ഊടിവന ഹദുന രവിൽഘന ദരശികാലഗദന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അൽബിയാബന മസിഖന ദരശഖന വൈദവന യൽബല ഹുൽബന റമസഖന ജഗൽഘന അൽബിഹുരാദന ശഖന ജഗൽഘന ദരശിഖോല ബബബബ അൽബന റമൽ ഖോനവന സിഖാദന ശബല ബബബബ
യേശുവിൻ നാമത്തിൽ പറഞ്ഞ വചനം ജനത്തിന്റെ മേൽ നിറവേറട്ടെ, ജനത്തിന്റെ മേൽ നിറവേറട്ടെ, ജനത്തിന്റെ മേൽ നിറവേറട്ടെ, ജനത്തിന്റെ മേൽ നിറവേറട്ടെ. കർത്താവേ, ജനത്തെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ഇവരെ ബ്ലസ് ചെയ്യുന്നു, കൃപ കൊണ്ട് പൊതിയണമേ. വരുന്ന ദിവസങ്ങളിൽ വളരെ ശക്തമായ ദൈവപ്രവൃത്തികൾ ഓരോരുത്തരും കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. हाँ प्रियो, जीवित परमेश्वर का पुत्र हमारे साथ काम करते रहता है। केवल हमारी जिंदगी नहीं, हमारे घर की जिंदगी नहीं, गांव का, बस्ती का, शहर का जिंदगी बदलने वाला ही है। सत्य का खबर भारत देश में निकला हुआ भविष्यवाणी के आधार पर देश में एक बड़ा बेदारी आ रहा है। वो हमारे अंदर से शुरू होने दी, हमारे साथ शुरू होने दी, हमारे शहर में, कल्याण शहर में शुरू होने दी, महाराष्ट्र में शुरुआत होने दी, आगे आगे बढ़ने दी। लाखों का नहीं, करोड़ों का उद्धार होने वाला जिंदगी, परमेश्वर का बेदारी रिवाइवल बन के आ रहा है। हालेलुया, धन्यवाद परमेश्वर, आपका महान कृपा करुणा के लिए धन्यवाद। जो परिस्थितियां हम आज तक सामना करते थे वो एक प्रसव पीड़ा था परमेश्वर, हम जानते हैं। आप कुछ पीछे पीछे बन के आ रहा है, आप बादल बन के, खंबा बन के हमारे साथ है प्रभु। इसीलिए हम धन्यवाद करते, स्तुति करते परमेश्वर, जीवित परमेश्वर, महान परमेश्वर। ये रास्ता को रोकने वाला कोई भी पीछे मुड़ने का हालत हमारे जिंदगी में नहीं होना। इसराइलियों के साथ से आपने हमें बहुत कुछ सिखाया। वो लोग पानी नहीं है, खाना नहीं है करके चिल्लाने वाला बना। परमेश्वर उनका दिल के अंदर की बातें समझने के लिए इंतजार कर रहे थे। ये बात हमें सिखा रहा परमेश्वर। हमारे दिल में से कोई कुड़कुड़ाने की आवाज़ कभी ना आना है परमेश्वर। हमारे दिल के अंदर से कोई आवाज़, कोई कंप्लेंट हमारे ज़िंदगी में से कभी नहीं आना है। आप बड़े बड़े कार्य कर रहा है। धन्यवाद परमेश्वर, आपका कृपा करुणा के लिए धन्यवाद। आपके चरणों पर हम अपनी ज़िंदगी समर्पण करते हैं। आप हैं कुंभार, हम हैं मिट्टी, इस्तेमाल करें। मेक अस, मोल्ड अस, रिमोल्ड अस एंड फुलफिल योर प्लान लॉर्ड। आपका मर्जी पूरा कर दे परमेश्वर, हमारी ज़िंदगी में आपका मर्जी पूरा होने दे। धन्यवाद परमेश्वर, आपका कृपा करुणा के लिए धन्यवाद। अपना एक कलीसिया क्वालिटी में, क्वांटिटी में बढ़ने वाला है, यीशु मसीह का नाम से बढ़ने वाला है। शैतान एक कलीसिया में हरा हुआ दुश्मन है, परमेश्वर का पुत्र इसीलिए प्रकट हुआ कि शैतान के कामों को नष्ट करे। यस, ही हैज डिस्ट्रॉयड द वर्क्स ऑफ द डेविल इन दिस कॉन्ग्रीगेशन। हालेलुया, हालेलुया, हालेलुया। धन्यवाद परमेश्वर, आपका कृपा करुणा के लिए धन्यवाद। हम सबको आपके चरणों पर समर्पण करते हैं। पवित्र आत्मा, आज आप हमें उत्साह दिलाए, इसलिए हम धन्यवाद करते हैं। हमारे ज़िंदगी को प्रोत्साहन देकर आगे बढ़ो, मैं हूँ तेरे साथ करके बोलने वाला, पवित्र आत्मा से चलाया चलने वाला, और इस हालत में हमें लेकर आया, इसीलिए हम धन्यवाद करते परमेश्वर। हम सबको आपके हाथों पर रखते हुए ये प्रार्थना प्रभु यीशु का नाम में करता पिता परमेश्वर,